റിയൽ ലൈഫിൽ കുക്കിയാണോ വിശാഖ്? അത് ചോദിക്കേണ്ടി വരും ആൾക്കാർ. വിശാഖൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്നവരുണ്ട്. എനിക്കൊന്നും ജന്മത്ത് അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമിലിറ്റിയും ഗ്രേസുമാണത്, വേറെ ഒന്നുമില്ല. പക്ഷെ അവിടുന്ന് അങ്ങനത്തെ ഒരു സാധനം കിട്ടുമ്പോൾ അതിനേക്കാളും വലിയൊന്നും ഇല്ലല്ലോ നമുക്ക്. 10 വർഷത്തിന് ശേഷം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് വന്ന് കയറുമ്പോഴും മീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഇതുണ്ട്, ആ ഒരു നെർവസ്നെസ് ഓറ ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. ഈ സ്റ്റേജ് ഓഫ് ഹിസ് കരിയറിൽ അദ്ദേഹം എടുക്കുന്ന ചോയ്സസ്, അദ്ദേഹം ചെയ്യുന്ന റോൾസ് കോൺസ്റ്റന്റ്ലി ആസ് എൻ ആർട്ടിസ്റ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സാധനം. ചെറിയ എന്നുള്ള ക്യാരക്ടർ നേരത്തെ പറഞ്ഞ പോലെ അവന് പല ഷെയ്ഡ്സ് ഉണ്ട്. ഹ്യൂമർ ഒരു ട്രാക്ക് ഉണ്ട്, മാസിന് ഉണ്ട്, സ്വാഗിന് ഉണ്ട്, എന്നാൽ ഒരു ഭയങ്കര ഒരു ഹ്യൂമെയിൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സൈഡ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ അത് റൈറ്റിങ്ങിന് ഗുണമാണെന്ന്. മനുഷ്യന്മാരങ്ങനെയാണല്ലോ, ഗ്രേ ആണല്ലോ, നന്മയും തിന്മയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ നായകൻ ഫുൾ നന്മ, വില്ലൻ ഫുൾ തിന്മ എന്ന രീതിയിലാക്കി കളയും. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഞാൻ ഒരു വില്ലൻ ക്യാരക്ടർ ചിലപ്പോൾ ചെയ്യില്ല. ബിക്കോസ് എനിക്ക് കോൺസ്റ്റന്റ്ലി ഓഡിയൻസിനെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പുറത്ത് ഭയങ്കര സ്റ്റാർ ആയിരിക്കും, പക്ഷേ വീട്ടിൽ വരുമ്പോൾ തേച്ച് വെച്ച തുണിയുണ്ട്, എടുത്ത് അലമാരയിൽ വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ മറ്റേ ഗാർബേജ് എടുത്ത് കള. അപ്പോൾ വെൻ യു കം ഹോം അതൊക്കെ നമ്മൾ ഡോറിൽ മാറ്റി വെച്ച് വീട്ടിൽ ജസ്റ്റ് ആസ് എ സിമ്പിൾ മാൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഫാമിലി. നാച്ചുറൽ ആക്ടിങ് ഇസ് ഗ്രേറ്റ്, ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദറ്റ് എല്ലാ സിനിമയിലും വിശാഖാണെന്ന്. അതൊരിക്കലും വരരുതെന്നുള്ളത് നിർബന്ധമായിരിക്കും. റൈറ്റേഴ്സിനും മേക്കേഴ്സിനും സ്പേസ് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. വലിയ പലതും കോർപ്പറേറ്റ്സ് ഇവിടെ വന്ന് അത് ഇവിടുന്ന് കൊണ്ടുപോകരുത്, അതിനെ നിങ്ങൾ പൊല്യൂട്ട് ചെയ്യരുതെന്നുള്ളൊരു വളരെ ഹംബിൾ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ചത്താപ്പച്ചയുടെ വിശേഷങ്ങളുമായി വിശാഖ് നായരാണ് റിപ്പോർട്ടിൽ നമ്മുടെ ഇപ്പോൾ. വിശാഖ് നമസ്കാരം. താങ്ക് യു. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നമുക്ക് ആ സക്സസ് മീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. മമ്മൂക്ക പറഞ്ഞ വാക്കുകളിൽ നിന്ന്. മമ്മൂക്ക പറഞ്ഞത് അഭിനയത്തിനായി പലരും വലിയ രീതിയിൽ പരിശ്രമിക്കുന്നു, പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ടി ബോഡി ബിൽഡിങ്ങിനായിട്ട് ഇത്രയും പരിശ്രമിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു മൊമെന്റിൽ അദ്ദേഹത്തിനേക്കാൾ മുകളിലാണ് വിശാഖിനെ മമ്മൂക്ക പ്ലേസ് ചെയ്തത്. ഒരു സന്തോഷത്തിനെല്ലാം അപ്പുറം ഈ ഒരു എടുത്തൊരു എഫേർട്ടിന് ഒരു വാലിഡേഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൂടിയാണ് മമ്മൂക്കയുടെ ഈ വാക്കുകൾ തരുന്നത്. ഉറപ്പായിട്ടും തന്നെയാണ് വാലിഡേഷൻ എന്ന് പറയുന്ന വാക്കാണ് കറക്റ്റ്. പിന്നെ ബാക്കി അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമിലിറ്റിയും ഗ്രേസുമാണത്, വേറെ ഒന്നുമില്ല. പക്ഷെ അവിടുന്ന് അങ്ങനത്തെ ഒരു സാധനം കിട്ടുമ്പോൾ അതിനേക്കാളും വലിയൊന്നും ഇല്ലല്ലോ നമുക്ക്. ആസ് എൻ ആക്ടർ ഇങ്ങനത്തെ ഒരു നമ്മൾ വൺ ഓഫ് ആ ഫേവറേറ്റ് ആക്ടേഴ്സ്, ഒരു ലെജൻഡായിട്ടുള്ള അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. പിന്നെ ഓൺ സെറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നമ്മളൊക്കെ പിള്ളേരാണല്ലോ, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ലെജൻഡ് അങ്ങോട്ട് വരുമ്പോൾ ആ എനർജി നമ്മളായിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹം ട്യൂൺ ചെയ്ത് മാച്ച് ചെയ്ത് ചാടി ഭയങ്കര രസമായിട്ട് നമ്മളെ എൻകറേജ് ചെയ്ത് നമുക്ക് ചെറിയ ടിപ്സൊക്കെ തന്ന് ഓണായിട്ടായിരുന്നു ഫുൾ ടൈം അവിടെ. അപ്പോൾ കുറേ വർഷത്തിന് ശേഷം ഒന്നുകൂടെ പുള്ളിയോട് വർക്ക് ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട്. ഈ പുത്തൻപണത്തിലാണ് ആദ്യമായിട്ട് മമ്മൂക്കയുടെ വർക്ക് ചെയ്യുന്നത്. ഒരു 10 വർഷത്തിന് മുൻപ് സിനിമയിൽ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വിശാഖ മമ്മൂക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റാർ മൊമെന്റ് ഉണ്ട്, ഒരു സ്റ്റാർ സ്ട്രക്ക് മൊമെന്റ് ഉണ്ടായിരിക്കുമല്ലോ. പിന്നീട് 10 വർഷത്തിന് ശേഷം ഇപ്പോൾ ചത്താപ്പച്ചയിലൂടെ വീണ്ടും കാണുന്നു, വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്നു. ഈ രണ്ട് മൊമെന്റ്സും എങ്ങനെയാണ്? ആദ്യമായിട്ട് കണ്ട, ഇപ്പം പുത്തമ്പണത്തിൽ ആദ്യമായിട്ട് കണ്ട മൊമെന്റും ഇപ്പൊ ചത്താപ്പച്ചയിൽ വീണ്ടും കണ്ട ഒരു മൊമെന്റ് റീകളക്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് എന്തൊക്കെ? ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ആദ്യം അന്ന് കണ്ടപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പടമായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി മമ്മൂക്ക അത് സ്റ്റാർ എന്നുള്ള സാധനം നമുക്ക് ഭയങ്കര ഒരു നെർവസ് ആക്കിയൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ 10 വർഷത്തിന് ശേഷം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് വന്ന് കയറുമ്പോഴും മീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഇതുണ്ട്, ആ ഒരു നെർവസ്നെസ് ഓറ ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. പക്ഷേ ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട് അദ്ദേഹത്തിനെ വോൾട്ടറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊരു പക്ഷേ പുള്ളിയും ഐ തിങ്ക് ഏതോ ഇൻ്റർവ്യൂവിൽ മമ്മൂക്കയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഏറ്റവും വലിയ സ്റ്റാറിനോട് വർക്ക് ചെയ്യുമ്പോഴും നോട്ട് ഷുവർ വെയർ ഹൗ, പക്ഷേ ഒരു സ്റ്റാറിനെ കാണരുത്, ഒരു ആക്ടറിനെ അവിടെ കാണാൻ പാടുള്ളൂ, എന്നാലേ നമുക്ക് ആ കഥാപാത്രത്തിനെ കാണാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെയൊക്കെ ചെയ്യാൻ പറ്റണമെന്നു ഐ തിങ്ക് മറ്റേ ചെയ്തുള്ള എക്സ്പീരിയൻസ് കാരണമായിരിക്കാം. പക്ഷെ എന്നാലും കട്ടുപിടിച്ചപ്പോൾ തന്നെ നമ്മൾ ബാക്ക് ടു മൈ ഗോഡ് മമ്മൂക്ക എന്നുള്ള സോണിലേക്ക്. അതെ, പിന്നെ മോർ ദാൻ ഫാൻ ബോയ് ഐ തിങ്ക് ആ ഡീപ്പ് റെസ്പെക്റ്റ് ആണ്. ഫാൻ ബോയ് എന്ന് പറയുമ്പോൾ കുറച്ച് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സാധനമാണല്ലോ. റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം എസ്പെഷ്യലി ഈ സ്റ്റേജ് ഓഫ് ഹിസ് കരിയറിൽ അദ്ദേഹം എടുക്കുന്ന ചോയ്സസ്, അദ്ദേഹം ചെയ്യുന്ന റോൾസ് കോൺസ്റ്റന്റ്ലി ആസ് എൻ ആർട്ടിസ്റ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സാധനമാണ്. ഈ പറഞ്ഞ പോലെ ഏതൊരു റൗണ്ട് ടേബിൾ വന്നാലും ഏതൊരു ഇന്റർവ്യൂ വന്നാലും മമ്മൂക്ക അവിടെ ഒരു ഡിസ്കഷൻ പാർട്ടാണ്. അതും പ്രത്യേകിച്ചും മദർ ലാംഗ്വേജസ് ആക്ടേഴ്സിന്റെ ഇടയ്ക്ക് മമ്മൂക്ക ഡിസ്കഷൻ പാർട്ടാണ്. അത്രയും മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടർ. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം മമ്മൂക്ക ക്യാമിയോ ചെയ്യുന്നു, വാട്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നു. ഈ സിനിമയിൽ മമ്മൂക്കയായിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഏതെങ്കിലും ഒരു പോയിന്റ് മിസ് ചെയ്തു? അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു എനിക്കൊരു ഫൈറ്റ് സീൻ വേണം. ഇല്ല, പക്ഷേ ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നില്ല സ്ക്രിപ്റ്റ് വൈസ് തന്നെ. പക്ഷേ
എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് മമ്മൂക്കയുടെ ആകെ കൂടെ ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹമായിട്ട് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് മമ്മൂക്ക അവിടെ ഇരിക്കെ നമ്മുടെ ഫൈറ്റും കൂടെ ഷൂട്ട് ചെയ്യാൻ നോക്കുവാണെങ്കിലേ അപ്പം അത് നമുക്ക് ഭയങ്കര പ്രഷറല്ലേ. കാരണം ഫൈറ്റ് ഇപ്പം അല്ലാണ്ട് ഇപ്പോൾ ഒരു 10-15 ടേക്കൊക്കെ പോകാം, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വി ഷുഡ്ന്റ് വേസ്റ്റ് ഹിസ് ടൈം. അപ്പം അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ലക്കിലി അദ്ദേഹത്തിൻ്റെ ഷോട്ട്സൊക്കെ ആദ്യം എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫൈറ്റിലോട്ട് നമ്മൾ കിടന്നത്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് നമുക്ക് റിലാക്സ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ അത് വലിയൊരു ടെൻഷനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് സാധനം, അതൊരു എക്സ്ട്രാ ടെൻഷൻ. പിന്നെ കാരണം ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ കുറേ റീടേക്ക് പോവും. പെർഫെക്ഷന് വേണ്ടി നമ്മൾ എസ്പെഷ്യലി കലൈ മാസ്റ്ററൊക്കെ ആയതുകൊണ്ട് കുറേ പോവും റീടേക്സ്. അപ്പം അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ എത്തി നമ്മളങ്ങനെ എന്താ പറയുക, ബോറടിപ്പിക്കരുത്, വെറുപ്പിക്കരുത്, ആ ഒരു ഔട്ട് ഓഫ് റെസ്പെക്ട് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വിശാഖിൻ്റെ സിനിമയിലെ ക്യാരക്ടറിൽ നിന്ന് മാറ്റി ഒരു ഓഫ് സ്ക്രീൻ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മൾ ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലരുടെയും ചിരികളെയും കണ്ണുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. വിശാഖിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് ഭയങ്കര ഒരു സ്റ്റൈലുണ്ട്, ഒരു സ്വാഗ് ക്യാരി ചെയ്യുന്നുണ്ട് വിശാഖ്. അപ്പോൾ സിനിമയിൽ മാത്രമല്ല, ഒരു ഓഫ് സ്ക്രീനിലായാലും ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നതിൽ ഒരു സ്വാഗ് ഉണ്ട് വിശാഖ്. ഇപ്പോൾ ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ക്യാരക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചത്താപ്പച്ചിലെ ചെറിയുന്ന ക്യാരക്ടർ ആയിക്കോട്ടെ, നമുക്ക് ആ ക്യാരക്ടേഴ്സിൽ ഈ പറയുന്ന പോലെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സ്വാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വിശാഖിലുള്ള ഒരു ഇൻബിൽറ്റ് സ്വാഗ് ഈ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുന്നതാണോ, അതോ ക്യാരക്ടറിൽ ഒരു ഇത് ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നതാണോ? അല്ല, ക്യാരക്ടർ എന്ന് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏറ്റവും അറിയുന്ന ആൾക്കാരെ ഇപ്പോൾ വൈഫിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഇവനങ്ങനെ എപ്പോഴും ഇങ്ങനെ സ്വാഗ് കാണിച്ച് നടക്കുന്നതിന് വെച്ചാണെന്നല്ല, കുറച്ച് ഊളത്തരമൊക്കെ ഉള്ള ഒരു ആളാണ്. പക്ഷേ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ, ഇപ്പോൾ ഓഫീസറിൽ അല്ലെങ്കിൽ ചത്തപ്പച്ചിലെ ക്യാരക്ടർ കിട്ടുമ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജ് വരുന്ന ഒരു നാച്ചുറലി വരുന്നൊരു സാധനം. അല്ലാണ്ട് നമ്മൾ സ്റ്റൈലിഷ് ആവാൻ വേണ്ടി നമ്മൾ സ്റ്റൈലിഷ് ആക്കാൻ നോക്കി അത് ഇങ്ങനെ മുഴച്ച് നിൽക്കും. അപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ചെറിയ എന്നുള്ളൊരു ക്യാരക്ടർ പുള്ളി ഭയങ്കര ഒരു ഈഗോട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയുടെ നടത്തത്തിലും പുള്ളിയുടെ ഇരുത്തത്തിലും ഒക്കെ ആ ഒരു ഞാനാണ് സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു വിചാരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വരുന്നൊരു സാധനമാണ്. ഇപ്പോൾ ക്രിസ്റ്റി എന്ന് പറയുന്ന ആളൊരു ഗാങ്സ്റ്ററാണ്. അപ്പോൾ പുള്ളി എപ്പോഴും ഒരു ആൽഫ മെയിൽ അല്ലെങ്കിൽ ഒരു ആ ഒരു മെച്ചിസ്മോ സാധനം ക്യാരി ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് അതിവിടെ തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ സഞ്ജയ് ഗാന്ധിയിൽ സ്വാഗ് ഉണ്ടായിരുന്നില്ല, സ്വാഗല്ല പുള്ളിയുടെ സാധനം. അതുപോലെ തന്നെ പല ക്യാരക്ടേഴ്സിലും വേറെ ടൈപ്പ് നമ്മൾ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വാഗ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഒരു സന്തോഷമുണ്ട്. അതേ സമയത്ത് ഇപ്പോൾ ചത്താപ്പച്ചിലെ ചെറിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോൾ ഇയാൾ ഈ പറഞ്ഞ പോലെ ഇയാളുടെ പെർസ്പെക്റ്റീവിൽ ഇയാളാണ് നായകൻ, ഇയാൾ പെർഫെക്റ്റ് ആണ്. പപ്പ പ്രൗഡാണോ എന്ന് ചോദിക്കുന്ന, അയാൾ പപ്പയെ പ്രൗഡാക്കാൻ ശ്രമിക്കുന്ന ഒരു മകനാണ്. പക്ഷെ ഇതിനെല്ലാം അപ്പുറം ഒരു സറ്റിൽ ലെയർ ഓഫ് ഒരു ഹ്യൂമറും കൂടി ഈ ക്യാരക്ടറിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉണ്ണിക്കണ്ണാന്ന് വിളിക്കുന്ന ഒരു പോയിന്റും അല്ലെങ്കിൽ ഇയാൾ ചെറിയ നോട്ടത്തിലായാലും ചെറിയ മണ്ടത്തരങ്ങൾ പറ്റുമ്പോൾ ഒരു ഹ്യൂമർ ലെയർ വരുന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ക്യാരക്ടർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഹ്യൂമൻ ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് കുറച്ചുകൂടി മനുഷ്യത്വം ഉള്ളതായിട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടറാണ്. അത് തന്നെയാണോ ഇപ്പം ഈ ക്യാരക്ടർ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ ചോദിക്കാൻ കാരണം ബാക്ക് ടു ബാക്ക് ഒരു വില്ലൻ ചെയ്യുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വിശാഖ് കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ പടം ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായത്. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇന്ത്യൻ സിനിമയിൽ വരാത്തതിൻ്റെ ഒരു പുതുമ, അതായിരുന്നു എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്തൊരു കാര്യം. പിന്നെ അദ്ദേഹത്തിൻ്റെ നറേഷനിൽ ഞാൻ ഫ്ലോഡ് ആയിരുന്നു. അവന് ഭയങ്കര ക്ലാരിറ്റിയും ഭയങ്കര മ്യൂസിക്കലി ചിന്തിക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ നറേഷൻ്റെ ഇടയിൽ അവൻ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് ഭയങ്കര മൂഡിൽ വിഷ്വൽസൊക്കെ ഭയങ്കരമായിട്ട് രസമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് നറേറ്റ് ചെയ്തത്. അപ്പോൾ അത് അവിടെ തന്നെ നമ്മൾ ഫ്ലോറായി. നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ ഈ ചത്താപ്പച്ച എന്ന ടൈറ്റിൽ ട്രാക്ക് വരുന്ന മൊമെന്റ് ഒക്കെ ഭയങ്കര പ്ലേസ്മെന്റ് ആയിരുന്നു. അതെ. അപ്പോൾ എസ്പെഷ്യലി ആ പാട്ട് നമ്മളെ വിഷ്വൽസിന്റെ കൂടെ കാണുമ്പോൾ ഒരു പക്ഷേ ആ പാട്ട് കുറച്ചും കൂടെ ലിഫ്റ്റ് ആവുമ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ക്യാരക്ടർ കെയിം സെക്കൻഡ്. ചെറിയ എന്നുള്ള ക്യാരക്ടർ നേരത്തെ പറഞ്ഞ പോലെ അവന് പല ഷെയ്ഡ്സ് ഉണ്ട്. ഈ ഹ്യൂമർ ഒരു ട്രാക്ക് ഉണ്ട്, മാസിന് ഉണ്ട്, സ്വാഗിന് സ്വാഗ് ഉണ്ട്, എന്നാൽ ഒരു ഭയങ്കര ഒരു ഹ്യൂമെയിൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സൈഡ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ അത് റൈറ്റിങ്ങിൻ്റെ ഗുണമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്വൈതും സനൂപും കൂടെ എഴുതിയ ആ ഒരു ക്യാരക്ടർ, കാരണം എല്ലാ പടത്തിലും അത് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഓഫീസറിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഹ്യൂമനൈസ് ചെയ്യാൻ പോയാൽ പിന്നെ നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പോകണം. അല്ലെങ്കിൽ അത് ഗ്ലോറിഫിക്കേഷനേക്കാൾ ഉപരി നമ്മളത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊണ്ട് നമ്മൾ എംപത്തൈസ് ചെയ്യാൻ പോയത് ചിലപ്പോൾ വേറെ പടമായി പോകും അല്ലേ. ഇപ്പോൾ ഒരു ജോൺറ വെച്ച് നോക്കുമ്പോൾ ഈ പടത്തിൽ അതിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചും കൂടെ 1-2 സീനുള്ളൂ അച്ഛനായിട്ടുള്ളത്. പക്ഷേ ആ മൂമെന്റ്സ് ഭയങ്കര രസമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് സായികുമാർ സാർ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ആ സീനിൽ. പക്ഷെ ആ നോട്ടത്തിലും ആ പുച്ഛത്തിലും ആ ഒരു ചെറിയൊരു സ്മൈലിലൊക്കെ ഭയങ്കര ഇൻഫർമേഷനാണ് പാസ് ചെയ്യുന്ന ഓഡിയൻസിലേക്ക്. ഒരു ബോഡി ബിൽഡിംഗ് സമയത്തുള്ള ഒരു എക്സ്പ്രഷൻ, ഒരു പുച്ഛം, ആ ഒരു സാധനം. പിന്നെ ലാസ്റ്റ് അപ്പൻ പ്രൗഡാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയൊരു ചെരി, അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് വർക്കായത്. അപ്പോൾ ഈ ബാക്ക് ടു ബാക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് ഇനിയും ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ ഒരു വില്ലൻ ക്യാരക്ടർ ചിലപ്പോൾ ചെയ്യില്ല. ബിക്കോസ് എനിക്ക് കോൺസ്റ്റന്റ്ലി ഓഡിയൻസിനെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു
ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുവാണെങ്കിൽ പോലും ഒരു എന്താ പറയുക, ത്രൂ ആൻഡ് ത്രൂ വില്ലൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ നായകൻ ഇങ്ങനെയാണെങ്കിൽ വില്ലൻ ഇങ്ങനെ ആയിരിക്കണം. അതിൽ നിന്ന് കുറച്ച് ബ്രേക്ക് ചെയ്തിപ്പോൾ ചെറിയനെ പോലത്തെ ഒരു ക്യാരക്ടർ വരാൻ അവൻ്റെ പക്ഷത്തിലും ഒരു ന്യായമുണ്ട്. അവനൊരു ഗ്രേ ക്യാരക്ടറാണ് അല്ലേ, അവനായിട്ട് നമുക്ക് എംപത്തൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഓഡിയൻസിനെ കൊണ്ട് നമുക്കൊരു ഒരു ഗ്രേ ക്യാരക്ടറായിട്ട് എംപത്തൈസ് ചെയ്യാൻ പറ്റുമോ, എംപത്തൈസ് ചെയ്യിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഇൻ മൈ വ്യൂ ഒരു സക്സസ് ആസ് എൻ ആക്ടർ. അപ്പോൾ അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഗ്രേ ക്യാരക്ടേഴ്സ് പിന്നെയും പിടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ ചെറിയാൻ്റെ ക്യാരക്ടേഴ്സിൽ കോസ്റ്റ്യൂം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അറ്റയർ, അയാളുടെ ഒരു ഷർട്ട്, അയാളുടെ പാൻസ്, ഈ കൂളിംഗ് ഗ്ലാസ്, ഈ ബെൽറ്റ്, പൂക്കിന്ന് എഴുതിയ ഒരു ബെൽറ്റ്, ഇതെല്ലാം അയാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഈ കോസ്റ്റ്യൂം എങ്ങനെയായിരുന്നു ഇത് ട്രൈ ചെയ്യുന്നതും, കോസ്റ്റ്യൂം ഇയാൾക്ക് ചെറിയാനൊരു ഫിക്സ് ചെയ്യുന്നത്? പൂക്കിന്നുള്ള ബെൽറ്റ് സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൽ അദ്വൈത്തിന് അത് നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനമായിരുന്നു. പൂക്കിന്നുള്ള ബെൽറ്റ്. പിന്നെ അതിങ്ങനെ കറക്കാം, വേണമെങ്കിൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത സാധനം കറങ്ങും. അപ്പം അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. ബാക്കി അപ്പിയറൻസ് വൈസ് മെൽവിയും ഞാനും അദ്ദേഹത്തും കൂടെ ഒരു പിൻട്രസ്റ്റിലൊരു മൂഡ് ബോർഡ് ഉണ്ടാക്കി, കുറേ റെഫറൻസസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഒരു ലുക്ക് ബുക്ക് ഉണ്ടാക്കി. അതിൽ നിന്ന് പിന്നെ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ടാണ് ആ ഷെയ്ഡ്സ് ഒക്കെ ഒരു പക്ഷേ ആനിമേന്ന് വന്ന റെഫറൻസ് ആണ്. ആനിമയിലെ ക്യാരക്ടേഴ്സ് കുറച്ച് എക്സ്ട്രാ സ്റ്റൈലിഷ് ആണല്ലോ, അപ്പം അങ്ങനത്തെ ഒരു എലിമെൻറ്റ് അവിടെ നിന്ന് എടുക്കാം. ഈ ലെയറിങ് ജ്വല്ലറി പരിപാടിയൊക്കെ മെൽവി ഈ പടത്തിൽ എനിക്ക് എന്തായാലും ആ ഒരു സാധനം പിടിക്കണം, ഈ ക്യാരക്ടറിന് അത് പറ്റും, അപ്പോൾ നമുക്കത് കില്ല് ചെയ്യാം എന്നുള്ളൊരു സാധനത്തിൽ മെൽവി കൊണ്ടുവന്നതാണ്. പിന്നെ അച്ഛനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ ഇയാളുടെ ഏറ്റവും വലിയൊരു ട്രോമ, ഡാഡി ഇഷ്യൂസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതെ, അപ്പോൾ അച്ഛൻ പണ്ടിട്ടുകൊണ്ടിരുന്ന ടൈപ്പ് ഡ്രസ്സുകളായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചൊരു റെട്രോ സ്റ്റൈല് അവൻ്റെ ഒരു ഡ്രസ്സിങ്ങിലുള്ളത്. പിന്നെ ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാഷൻ ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും പുതിയ ട്രെൻഡ്സ് ഒക്കെ ഏറ്റവും ആദ്യം അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവിടെയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നമുക്കത് വെച്ച് പ്ലേ ചെയ്യാൻ പറ്റി. ഇപ്പോൾ വേറെ ഒരു സെറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഫോർട്ട് കൊച്ചിയിൽ വേറെ സ്ഥലമാണെങ്കിൽ നമുക്ക് പുഷ് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട്. ബട്ട് ബിക്കോസ് ഇറ്റ്സ് ഫോർട്ട് കൊച്ചി അതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങ് പോയി. ഈ പൂക്കി ബെൽറ്റിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ്, റിയൽ ലൈഫിൽ പൂക്കിയാണോ വിശാഖ്? അത് ചോദിക്കേണ്ടി വരും ആൾക്കാരോട്. കാരണം നമ്മൾ വൈഫായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഇപ്പോൾ റീലുകളിലൊക്കെ എന്നോട് ഭയങ്കര ട്രെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകളൊക്കെയാണ് ഗ്രീൻ ഫ്ലാഗ് ആണ്, പൂക്കിയാണെന്നൊക്കെയാണ്. അല്ല, അത് നമ്മൾ കോണ്ടന്റ് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. അത് ഞാൻ അവളുടെ കൂടെ അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞു സൂപ്പർ ഹിറ്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് പുറത്ത് ഭയങ്കര സ്റ്റാർ ആയിരിക്കും. പക്ഷേ വീട്ടിൽ വരുമ്പോൾ തേച്ച് വെച്ച തുണിയുണ്ട്, എടുത്ത് അലമാരയിൽ വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ മറ്റേ ഗാർബേജ് എടുത്ത് കള. അപ്പോൾ വെൻ യു കം ഹോം അതൊക്കെ നമ്മൾ ഡോറിൽ മാറ്റി വെച്ച് വീട്ടിൽ ജസ്റ്റ് ആസ് എ സിമ്പിൾ മാൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഫാമിലി അതിലോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അല്ലെങ്കിൽ നമ്മളത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ സ്റ്റാർഡം അല്ലെങ്കിൽ ഇതെന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കര ഒരു സ്ലിപ്പറി സ്ലോപ്പാണ്, നമുക്കൊരു കൺട്രോൾ അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ചെയ്യാനുള്ള ഒരു കൂട്ടം ആൾക്കാരും ഒരു കൂട്ടം ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉള്ളത് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈഫ് ഹാപ്പിയാണോ സിനിമ കണ്ടിട്ട്? ഭയങ്കര ഹാപ്പിയാണ്. അവൾ നാളെ എന്നോട് പറഞ്ഞത് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് 4 വർഷമായി, ഇത്ര നാൾ ആദ്യമായിട്ട് നിന്നെ ഇത്രയും ഹാപ്പി ആയിട്ട് കാണുന്നതാണ് അവിടെ നാൾ പറഞ്ഞു. ആൻഡ് വിച്ച് ഇസ് ട്രൂ. കാരണം ഈ 4 വർഷത്തിൽ നമുക്ക് നല്ല പടങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു പടം എല്ലാവരും യുനാനിമസ്ലി ആ പടം അടിപൊളിയാണെന്ന് പറയുന്നൊരു സാധനം വന്നിട്ടില്ല. പെർഫോമൻസിനെ കുറിച്ച് എല്ലാവരും നല്ല വാക്കുകൾ പണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചില ക്രിറ്റിസിസംസും ഭയങ്കരമായിട്ട് വന്നായിരുന്നു. കുറേ ഡിലേസ് ഒക്കെ വന്ന കുറേ പടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പടത്തിന് മുന്നേ കുറേ ടെൻഷനും സ്ട്രെസ്സും പണ്ടായിരുന്നു. ഇത് പിന്നെയും പുഷായി പോയല്ലോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷെ ഇവിടെ താങ്ക്ഫുള്ളി ഗോഡ്സ് ബ്ലെസ്സിങ്സ് എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് പോയി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ വിശാഖ് സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 2026 ആകുമ്പോൾ 10 വർഷമാവുകയാണ്. ഈ ഒരു 10 വർഷത്തെ ഒരു സിനിമാ കരിയർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഹാപ്പിയാണോ വിശാഖ്? ഞാൻ ഹാപ്പിയാണ്. ഐ മീൻ ഒരു ഈസി ജേർണി ആയിരുന്നില്ല ഒരിക്കലും. ബട്ട് ഐ എം ഗ്ലാഡ്. കാരണം ഇയാൾ സ്റ്റീവ് ജോബ്സ് ഒക്കെ ഒരു കമൻസ്മെന്റ് അഡ്രസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് ഡോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഞാനൊരു പക്ഷേ കുപ്പി ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഭയങ്കര ഒരു ഹൈപ്പിൽ നിന്നൊരു ക്യാരക്ടറാണല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന പടങ്ങളൊക്കെ ആ ഒരു ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ ആ ട്രാക്ക് വേണ്ട, നമുക്ക് ഇതിൽ നിന്ന് മാറ്റി പിടിക്കണം എന്ന് അറിഞ്ഞെടുത്തൊരു തീരുമാനമായിരുന്നു, ചെറിയൊരു ബ്രേക്ക് എടുക്കാം, സെലക്റ്റീവ് ആവാം എന്നുള്ളൊരു സാധനം. പക്ഷെ ആ ഒരു ട്രാക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കരിയർ അതോടെ തീർന്നേനെ. ബിക്കോസ് ആ ബോക്സിൽ പെട്ടത് ഇസ് ഓൺലി സോ മച്ച് യു ക്യാൻ ഡു. ഒരു അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആകുമ്പോൾ ആൻഡ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആസ് എൻ ആക്ടർ. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ഫെയിലിയറും ഓരോ ഡിലേയും ഓരോ ചാലഞ്ചിനും അതിൻ്റെതായ ഒരു ലേണിങ്ങും ഒരു കാരണവും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. വിച്ച് ഈസ് എ ബിഗ് തിങ് ഐ ഫീൽ.
അപ്പോൾ ഇന്ന് കൂടെ ഉള്ളവരല്ലാതെ പ്രേക്ഷകർ ഇന്നും കുപ്പിന്ന് വിളിക്കാറുണ്ട്. പിന്നെ എല്ലാവരും അതൊരു ബ്ലെസ്സിങ് ആണ്, പക്ഷെ അതേ സമയത്ത് ഒരു കേഴ്സും ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ പക്ഷെ ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. അപ്പൊ ഞാൻ ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞാണ് ഈ പടം കഴിയുമ്പോൾ കുപ്പി മരിക്കണം എന്നുള്ളൊരു സാധനം, യൂനോ. പക്ഷെ അത് അങ്ങനെ പോവില്ല. അത് ഒരു ഐഡന്റിറ്റി ആയിരിക്കും. അത് സ്നേഹത്തോടെ ആൾക്കാർ വിളിക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. ബട്ട് വേറെ ഒന്നുമില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു പ്രൂവ് ടു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരോടും നമ്മുടെ നാട്ടുകാരോടും എന്നോട് തന്നെ ഐ വാണ്ടഡ് ടു പ്രൂവ് ദറ്റ് ഈ ഒരു കുപ്പി എന്നുള്ള മോൾഡ് മാത്രമല്ല, വേറെ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഡു മോർ, എന്താ പറയുക, മോർ ദൻ മോർ. ഐ ഗ്യാരണ്ടി യു ദാറ്റ് യു വിൽ ബി സർപ്രൈസ്ഡ് എന്നുള്ളൊരു സാധനം. ഇവനിൽ നിന്ന് ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളൊരു സാധനം ഇനിയും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും ഏതെങ്കിലും ഒരു പോലെ ഈ ഹ്യൂമർ റോൾസ് മിസ് ചെയ്യുന്നുണ്ടോ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കൈൻഡ് ഓഫ്? യെസ്, ഇൻഫാക്ട് അദ്വൈതൻ്റെ അടുത്ത് ആദ്യം വന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഫസ്റ്റ് സാധനം അതാണ്, ബ്രോ ഐ മിസ് യു ഡൂയിങ് ഹ്യൂമർ. ബ്രോയുടെ ആ കോമഡി സാധനം ഇപ്പം കുറേ കാണുന്നില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പരിപാടികൾ മാത്രമാണ് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഹ്യൂമർ ട്രാക്കിലോട്ട് ഒന്നോടെ പോകാനുള്ള ഒരു സാധനം കൂടെയാണെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്കും തോന്നിയത് ശരിയാണ്, കുറേ ആയി. ഐ തിങ്ക് ലാസ്റ്റ് ചെറിയൊരു ഹ്യൂമർ ട്രാക്ക് പിടിച്ചത് കിളി എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ആയിരുന്നു. അതിനുശേഷം അങ്ങനെ ഹെവി ഹ്യൂമർ പരിപാടി ഒന്നും പിടിച്ചില്ലായിരുന്നു. അതിലും കുറച്ചൊരു ഈ പറഞ്ഞ പോലത്തെ കുറച്ചൊരു മിസ്റ്റീരിയസ് സ്വാഗി ക്യാരക്ടറായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഹ്യൂമർ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു, എനിക്കും ചെയ്യുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചത്താപ്പച്ചയിൽ നമ്മൾ ഓരോ സീൻസ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സീന് വിശാഖ് പെർഫോം ചെയ്ത് ഈ റോഷനുമായിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷൻ സീൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്ത് ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്നൊരു സീന്. അത് ഗംഭീര ഒരു സീനാണ്. അത് എഴുത്തിൻ്റെ ബലവും നിങ്ങളുടെ ആക്ടേഴ്സിൻ്റെ എല്ലാം കൂടിക്കലർന്നൊരു പെർഫെക്റ്റ് മിക്സാണ്. കാരണം ഒരു ചെറിയാൻ ആരാണ്, അല്ലെങ്കിൽ ചെറിയാൻ്റെ ഒരു യഥാർത്ഥ നേച്ചർ എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കാണിച്ചൊരു സീനാണ്. ആ സീൻ്റെ ഒരു ടെൻഷൻ ബിൽഡിങ് ഭയങ്കര രസമാണ്. ഒരു പോയിന്റിൽ പതിയെ ബിൽഡ് ചെയ്ത് പിന്നെ റോഷനിലേക്ക് പോയി, വിശാഖിലേക്ക് പോയി, പിന്നെ റോഷനിലേക്ക് പോകുന്നൊരു സീന്. റോഷനും വിശാഖും തമ്മിലുള്ള ഒരു ഗിവൺ ടേക്ക് ആ സീനിൽ ഭയങ്കര രസം. പ്രത്യേകിച്ച് റോഷൻ ദേഷ്യപ്പെടുന്ന സമയത്ത് ഇയാൾ വന്ന് പെട്ടെന്ന് നീ കൂളാവും എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഒക്കെ ഭയങ്കര രസം. ആ സീനിന്റെ ഒരു സ്ട്രക്ചറിങ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു? അത് നമ്മൾ ഒരു ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകണ്ട. ഇപ്പോൾ ആനന്ദേട്ടൻ്റെ കയ്യിലാണെങ്കിലും ഇപ്പോൾ അദ്വൈതാണെങ്കിലും റോഷൻ, അച്ചു, ഇവരുടെയൊക്കെ കൂടെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ആരും മറ്റാളെ ഔട്ട് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ അല്ല ഇത്. ആൻഡ് ആ സീനിന് ബെസ്റ്റ് എന്താണോ അതാണ് എല്ലാവരുടെയും ഒരു ഒബ്ജക്റ്റീവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബേസിക് ഒരു ബ്ലോക്കിംഗ് ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ആരും അങ്ങനെ ഫുൾ പവർ അഭിനയിക്കൊന്നും ചെയ്തില്ല ആ പോയിന്റിൽ. ജസ്റ്റ് ഓക്കെ ഞാനിവിടെ വരൂടാ, ഞാനിങ്ങനെ വരും, അങ്ങോട്ട് പോകും എന്നുള്ളത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളുടേതായ ഒരു ഇംപ്രവൈസേഷനും കൂടെ. പിന്നെ എല്ലാ ടേക്കിലും നമുക്ക് ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പോൾ ബാക്കി ആക്ടേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് എല്ലാ ടേക്കിലും കുറച്ച് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈപ്പ് നോക്കിയാൽ മനസ്സിലാവില്ല, ചെറിയ കണ്ടിന്യൂറ്റി എററൊക്കെ ഉണ്ട്. പക്ഷേ അത് ബിക്കോസ് ആ ഇമോഷനാണ് അവിടെ പ്രാധാന്യം പ്രവീൺ ചേട്ടൻ കൊടുത്തത് മോർ ദൻ എനിത്തിങ് എൽസ്. ഇപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കാര്യം ആൾക്കാർ പിടിക്കാത്തതിന് കാരണം ചിലപ്പോൾ അതായിരിക്കും. കാരണം ദാറ്റ് ഇമോഷൻ വാസ് ദാറ്റ് സ്ട്രോങ്. അപ്പോൾ നമ്മളൊക്കെ ആദ്യം കാണുമ്പോൾ നമുക്ക് അയ്യോ അവിടെ കണ്ടിന്യൂറ്റി അടിക്കുമോ എന്നുള്ള പേടി നമുക്ക് തോന്നും. പക്ഷെ ആൾക്കാർക്ക് അത് ഇതുവരെ തോന്നിയിട്ടില്ല. മേ ബി OTT വരുമ്പോൾ അത് തോന്നുമായിരിക്കാം. പക്ഷേ കുട്ടിയുടെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഒരു രസമുള്ള ഒരു പെർഫോമറാണ്. അവൾക്ക് എന്തും പോവും. അവൾക്ക് കലിപ്പ് പോവും, അവൾക്ക് മറ്റേ സട്ടിലായിട്ടുള്ള ഇമോഷണൽ സാധനങ്ങളും പോവും. ഹ്യൂമർ പിന്നെ പറയണ്ട, അവൾ ഭയങ്കര രസമായിട്ട് കൈകാര്യം ചെയ്ത സാധനമാണ്. ചില മൊമെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇപ്പോൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ റോസമ്മ എവിടെയെന്നൊക്കെയാണ് ആൾക്കാരുടെ ഫസ്റ്റ് ചോദ്യം. അപ്പോൾ വെരി ഹാപ്പി. അവള് ഭയങ്കര ഒരു ടാലന്റ്. പ്രത്യേകിച്ചും ഡയലോഗിലല്ലാതെ ഇമോഷൻസിലൂടെ കൺവേ ചെയ്യുന്ന പല സീനുകളും പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ റോഷനായിട്ടുള്ള ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, മറ്റേ ഓട്ടോയിലുള്ള സാധനം, ജസ്റ്റ് ഒരു നോട്ടത്തിലും ആ ഒരു അതിൽ എന്തോരം ഇമോഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ ശരിക്കും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. ആ പ്രായത്തിൽ ആ മെച്യൂർ ടൈപ്പ് ഓഫ് ആക്ടിങ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ. അപ്പോൾ നേരത്തെ വിശാഖ് പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പ്രത്യേകിച്ച് ക്ലൈമാക്സിലടക്കം എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു ഈഗോയും ഇല്ലാതെ പരസ്പരം മറ്റ് ആക്ടേഴ്സിന് സ്പേസ് കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ്, ഒരു സിനിമ. അതാണ് എനിക്ക് ചത്താപ്പച്ച എനിക്ക് ഡിഫൈൻ ചെയ്യാൻ എനിക്കിഷ്ടം. പ്രത്യേകിച്ചും ഇപ്പോൾ ക്ലൈമാക്സിലാണെങ്കിലും ഇപ്പോൾ നമുക്കൊരു സിനിമ അർജുന ആണെങ്കിലും റോഷൻ ആണെങ്കിലും ആരും തന്നെക്കാൾ മുകളിലല്ല അല്ലെങ്കിൽ താഴെ പോകുന്നില്ല എന്നുള്ളൊരു ഒരു ഈ പറഞ്ഞ ഒരു ഈഗോ ഇല്ലാതെ കൃത്യമായിട്ടുള്ള സ്പേസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതൊരു ഒരു മലയാള സിനിമയിൽ ഒരു ആക്ടേഴ്സിനെ സംബന്ധിച്ചുള്ള അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അബ്സല്യൂട്ട്ലി. ഐ തിങ്ക് അത് മലയാളം സിനിമയിൽ മാത്രമേ അങ്ങനെ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുത്തെ ആക്ടേഴ്സ് ആർ ഓൾവേസ് ആക്ടേഴ്സ് ഫസ്റ്റ്. സിനിമയ്ക്ക് എന്താണോ വേണ്ടത് എന്നാണ് എല്ലാവരുടെയും ഒരു ഒബ്ജക്റ്റീവ്. സ്റ്റാർഡമും മറ്റേ മാർക്കറ്റിങ്ങും PR ഒക്കെ നെക്സ്റ്റ് ആണ്. പക്ഷെ ഓൺ സെറ്റ് ആ പോയിന്റിൽ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് മലയാളം സിനിമയുടെ ഇവിടുത്തെ കലാകാരന്മാരുടെ ഒരു മേജർ പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഫിൽം മേക്കേഴ്സ് ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും അതേപോലെ നമ്മളിപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സ്പേസ് എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത്
എനിക്ക് എത്തണമെങ്കിൽ മേ ബി അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു അസോസിയേറ്റിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് ഒരു കാര്യം ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്യൂറോക്രസി കുറച്ചും കൂടെ കൂടുതലാണ് അവിടെ. ഈവൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആക്ടറിൻ്റെ അടുത്ത് അവിടെ പുറത്ത് നമ്മളൊരു സാധനം ഡിസ്കസ് ചെയ്യുമ്പോൾ പോലും ചെറിയൊരു ഒരു ഒരു എന്താ പറയുക, ഒരു കംഫർട്ടിൻ്റെ ഒരു സാധനം എല്ലാ സെറ്റിലും നമുക്ക് കിട്ടില്ല. നോട്ട് ജസ്റ്റ് ഇൻഡസ്ട്രി, പക്ഷേ ഇവ മലയാളത്തിലാണെങ്കിൽ പോലും എല്ലാ സെറ്റിലും നമുക്കിത് കിട്ടണമെന്നില്ല. പക്ഷേ ഇവിടെ ബിക്കോസ് എവറി വൺ വാസ് ഓൺ ദ സെയിം പേജ്, അത് ഭയങ്കരമായിട്ട് വർക്കായി. ഇപ്പോൾ ഇതിൽ ഫൈറ്റ് സീനുകളെ കുറിച്ച് നമ്മൾ എന്തായാലും എടുത്ത് സംസാരിക്കും, പ്രത്യേകിച്ച് വിശാഖിൻ്റെ ഫൈറ്റ് സീന്. ഇപ്പോൾ ഇതിൽ റിലീസിന് ശേഷം എല്ലാവരും ഇത് സംസാരിക്കുന്നുണ്ട്. ഈ ബോഡി ബിൽഡ് ചെയ്യാൻ എത്ര നാൾ എടുത്തു? ഒരു 6-8 മാസം പിടിച്ചു. ഓഫീസിൻ്റെ പരിപാടി കഴിയുന്നത് ഒരു മാർച്ച് ആയപ്പോഴാണ്. അപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ തൊട്ട് ഒരു ജൂലൈ ഓഗസ്റ്റ് വരെ അതിൻ്റെ പ്രീ ഷൂട്ട് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിൻ്റെ കൂടെ തന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ജിമ്മിൽ പോവുക, അങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടിന്യൂ ചെയ്തു. അതിൽ ഏറ്റവും പാട് ഡയറ്റിങ് സംഭവമായിരുന്നു. കാരണം അത് കുറച്ച് നമ്മൾ സയൻറ്റിഫിക്കലി ചെയ്തില്ലെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ഫുഡൊക്കെ അളന്ന് വേ ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എണ്ണം കൂട്ടുക, കുറയ്ക്കുക, മറ്റത് ഇത് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഗൈഡ് ചെയ്യാൻ ഒരു അടിപൊളി ഒരു ട്രെയിനർ തന്നെ ഉണ്ടായിരുന്നു. ഒരു അടുത്ത ഫ്രണ്ടാണ്, ഷാമിൻ എന്ന പേര്. അപ്പോൾ അവനാണ് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തത്. ആൻഡ് ഇറ്റ് വുഡ് ബി ഇമ്പോസിബിൾ വിത്തൗട്ട് അങ്ങനത്തെ ഒരു ഗൈഡൻസ്. കാരണം ഞാൻ ജിമ്മിലൊക്കെ അല്ലാണ്ട് പോകുന്നതാണ് വർക്കൗട്ട്, നോർമൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പക്ഷേ ഒരു റൈറ്റ് ഇതായിട്ട് പക്ഷേ ഇത് ഭയങ്കര ഒരു വേറൊരു ബട്ട് ഇറ്റ് ഹെൽത്ത് അലോട്ട്. ബിക്കോസ് ആ ഒരു ക്യാരക്ടറും പുള്ളിയും ഒരു ഈഗോട്ടിസ്റ്റാണ്, പുള്ളിയും ഒരു ട്രെയിനറാണ്, പുള്ളിക്കും ബോഡി ബിൽഡിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ ഒരു പക്ഷേ എങ്ങനെയായിരിക്കുമല്ലോ ഡെയിലി ലൈഫിൽ കഴിക്കുന്നതും നിൽക്കുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആ ഋതത്തിലോട്ട് കയറാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ ബോഡി ഡിസ്മോർഫിയ എന്നുള്ള സാധനം ഒരു വളരെ റിയൽ സാധനമാണ്. നമ്മൾ ഷർട്ടൂരി എന്നും മിററിന് മുന്നിൽ നോക്കി ഒരേ സമയത്ത് ഒരേ മറ്റേ വെറും വൈറ്റിൽ നമ്മൾ ഫോട്ടോ എടുത്തും മറ്റേ പ്രോഗ്രസ് എന്ന് കാണാൻ വേണ്ടി ഒരു പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പം അതും ഒരു പക്ഷേ ചെറിയനായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ശരിയായിരിക്കും, ചെറിയനും ചിലപ്പോൾ എങ്ങനെയായിരിക്കും, ഹീസ് നെവർ സാറ്റിസ്ഫൈഡ് വിത്ത് ഹിംസെൽഫ്. കാരണം പുള്ളിയും ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു മച്ചാനാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടി. ആ ഫൈറ്റ് ക്രെഡിറ്റ് കംപ്ലീറ്റ്ലി ഗോസ് ടു കലൈ മാസ്റ്റർ, ഷാവൻ ആൻഡ് ഡേവിസ് ഓൾസോ ടു ആൻ എക്സ്റ്റെൻറ്റ്. ബിക്കോസ് ഇവരുടെ ആ ഒരു പ്രീ ഷൂട്ട് ട്രെയിനിങ്, സ്പെഷ്യലി ഷാവൻ്റെ ആ ഒരു ആക്രോബാറ്റിക്സിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനത്തെ പുതിയ ഫൈറ്റിംഗ് സ്റ്റൈലാണ്. കാപ്പോവര എന്ന് പറഞ്ഞൊരു ഫൈറ്റിംഗ് സ്റ്റൈലാണ്. അത് ശരിക്കും നമുക്ക് പഠിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. പക്ഷെ അതിൻ്റെ ചെറിയൊരു ഫോമും ബേസിക്സ് ഒക്കെ പഠിക്കാൻ 2-3 ഐറ്റംസ് പഠിച്ചാൽ നമുക്ക് പിന്നെ ബാക്കി വെട്ടി പോകുകയൊക്കെ ആയിട്ട് നമുക്ക് കവർ ചെയ്യുക എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ അതെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സാധനമായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശം. പിന്നെ കലൈ മാസ്റ്റർ ഭയങ്കര WWE ഫാനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പുള്ളി നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രീ കൊറിയോഗ്രഫി ഒന്നും തരില്ല. പക്ഷേ ഒരു 10-20 മൂവ്സ് നമ്മളെ കൊണ്ട് പഠിപ്പിച്ചു. ഈവൻ ഷാവിൻ്റെ അടുത്തും പുള്ളിയുടെ സൈഡിൽ നിന്ന് ഒരു സിലബസ് അയച്ചു തന്നു, ഇതൊക്കെയാണ് മൂവ്സ്, ഇതൊക്കെ പക്കയായിട്ട് പഠിച്ച് വരണം. പിന്നെ സെറ്റിലെത്തുമ്പോൾ അവിടെ റിങ്ങി കയറുമ്പോഴാണ് പുള്ളി പറയുന്നത് ഓക്കെ ചാപ്റ്റർ 1 5th പാരഗ്രാഫ്, ചാപ്റ്റർ 10 2nd പാരഗ്രാഫ് വൈവിക്കുന്ന പോലെയാണ് ബേസിക്കലി. അപ്പോൾ ക്രെഡിറ്റ് ഗോസ് ടു ഓൾ ഓഫ് ദം. പിന്നെ എനിക്കിതിൽ ഫൈറ്റ് ക്ലൈമാക്സിലേ ഉള്ളൂ. അപ്പോൾ ഫൈറ്റ് നമ്മൾ ഏകദേശം 45 ദിവസം ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിലൊരു 40 ദിവസം ഞാൻ റിങ്ങിന് പുറത്ത് നിന്ന് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറാൻ എനിക്ക് ഭയങ്കര ഒരു തോന്നിയിട്ട് കയ്യായിരുന്നു. പക്ഷേ ഫൈനലി കയറിയപ്പോൾ അത് ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ ഫൈറ്റിനിടയ്ക്ക് ഇങ്ങനെ ചവിട്ടിയിട്ട് കറങ്ങി വന്ന് ഇരുന്നിട്ട് മമ്മൂക്കെ നോക്കുന്ന ഒരു എക്സ്പ്രഷൻ, അതൊക്കെ എങ്ങനെയാണ്? അത് കലൈ മാസ്റ്ററിന്റെ ഒരു ഇത് തന്നെയാണോ? അത് അദ്വൈത്തും കലൈ മാസ്റ്ററും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്ക അവിടെ ഇരിക്കുക, നമ്മൾ വാട്ടർ പിള്ളേരാണല്ലോ തല്ലുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ആളെ ഷോ കാണിക്കുക ഇത്രയൊക്കെ ഉള്ളോ, പിന്നെ ആളെ ഒന്ന് കളിയാക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇടാന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താവണം, എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമൊക്കെ ചെയ്തു വന്നപ്പോൾ അപ്പോൾ കറക്റ്റായിട്ട് വീണ സാധനങ്ങളാണ്. പിന്നെ മറ്റേ ഈ ചോദിച്ചിട്ട് ഇങ്ങനെ ഞാൻ മമ്മൂക്കയുടെ ഒരു സ്റ്റിക്കർ ഉണ്ട് നമ്മൾ ഈ വാട്സാപ്പിൽ കഴിക്കുന്ന സാധനം. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് അത് കൊള്ളാലോ, നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു സാധനം തോന്നി. ഇപ്പോൾ ഇതിൽ അദ്വൈത് എന്ന് പറയുന്ന ഡയറക്ടർ എന്താണോ പടത്തിൻ്റെ ബഡ്ജറ്റ് അത് നമുക്ക് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാം എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൃത്യമായി എല്ലാം ഈ ഫൈറ്റ് സീനുകളായിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, പ്രേക്ഷകരെ കൃത്യമായി പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഫസ്റ്റ് ടൈം ഫിലിം മേക്കറാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് ചത്താപ്പച്ച ഒരു ഫോർമേഷൻ ആക്കി എടുത്തു. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള അദ്വൈതം, ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞ് ഇതാ ഇപ്പോൾ സക്സസ് ആയി നിൽക്കുന്ന ഒരു പോയിന്റുള്ളൊരു അദ്വൈതം, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആസ് എ ഡയറക്ടർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിശാഖ? ആസ് എ ക്യാരക്ടർ അവന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. അന്നും എന്നും അവനൊരു പാവം ഒരു പൂക്കിയാണെന്ന് വെച്ചാൽ അവൻ ഭയങ്കര ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ളൊരു ഡയറക്ടറാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പടം പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഹി നീഡ്സ് ടു ബി ക്ലിയർ, അബ്സല്യൂട്ട്ലി ക്ലിയർ. ഭയങ്കര മ്യൂസിക്കലി ചിന്തിക്കുന്ന ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് സിങ്കാക്കാൻ. എനിക്കും ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മ്യൂസിക് ഇസ് ദ ഫസ്റ്റ് തിങ്. ഇയാൾക്ക് പറ്റിയ ഒരു പാട്ട് കണ്ടുപിടിക്കാണ്ട് എനിക്ക് മനസ്സിലാവില്ല എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളത്. പിന്നെ ഒരു പ്ലേലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അതിലേക്ക് കിടക്കുന്നത്. അപ്പോൾ മ്യൂസിക് ഷെയർ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും, ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ പുള്ളി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ ആഫ്റ്റർ റിലീസ് ഓൾസോ പുള്ളിക്ക് ഇതുവരെ ഒരു വിശ്വാസമായിട്ടില്ല പടം ഹിറ്റായിട്ട് ശരിയാണോ, അത് ശരിക്കും സംഭവിച്ചിട്ടതാണോ എന്നുള്ള ഒരു പിഞ്ചിങ് മൈസെൽഫ് എന്നുള്ളൊരു സോണിലാണ് ഇപ്പോഴും അവൻ ഇരിക്കുന്നത്.
ബട്ട് ഞാൻ എൻ്റെ അടുത്ത പടം എന്താണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. കാരണം ഇതിപ്പോൾ ഇത്രയും ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് ആൻഡ് ഈ ഗോട്ട് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ക്രൂ ആണെങ്കിൽ യുനോ. അപ്പോൾ അതിനി എങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യും എന്നുള്ളതാണ് സത്യം പറഞ്ഞ ഒരു ഡയറക്ടറിൻ്റെ ഒരു ചാലഞ്ച്. സെക്കൻഡ് ഫിലിം ഇസ് ഓൾവേസ് വെരി വെരി ട്രിക്കി അല്ലേ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു ഹിം. കാരണം അങ്ങനത്തെ ഒരു പുതിയൊരു വോയിസ് ആണ് അദ്ദേഹത്തിൻ്റെ. ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് പുതിയതാണ്. ഈ ചത്തപ്പച്ച കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാൾജി അടിച്ചത് ഈ ധർമ്മ പ്രൊഡക്ഷൻസിന്റെ ലോഗോ കാണിച്ച സമയത്താണ്. നമ്മൾ ഈ ഹിന്ദി സിനിമകളിൽ മാത്രമാണല്ലോ ഇങ്ങനെ. അതുകൊണ്ട് എനിക്ക് തിയേറ്ററിൽ ഭയങ്കര ഗൂസ്പംസ് അടിച്ചു. എനിക്ക് ഭയങ്കര ഗൂസ്പംസ്. കാരണം ഞാൻ ഹിന്ദി സിനിമകൾ ഒരുപാട് കാണുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ലോഗോ അടിക്കും, ഇതൊരു മലയാള സിനിമയിലാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളൊരു അത് ഭയങ്കര ഒരു മൊമെന്റ് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. ആൻഡ് അതിന് ക്രെഡിറ്റ് കംപ്ലീറ്റ്ലി ഗോസ് ടു ഷിഹാൻ, നമ്മുടെ പ്രൊഡ്യൂസർ. അവന് ഫസ്റ്റ് ഫിലിമാണ്, അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ചങ്കൂറ്റായിരുന്നു. ഇവരൊക്കെ അടുത്ത് പോയിട്ട് സാറേ ഒരു പടമുണ്ട് കാണുമോ എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം, ആ ഒരു ഡയറിങ്, അത് സമ്മതിച്ചേ പറ്റൂ. മൈത്രി ആണെങ്കിലും അതെ, ധർമ്മയാണെങ്കിലും അതെ, ടി സീരീസ്, ഇവരൊക്കെ ഹ്യൂജ് ബ്രാൻഡ്സ് അല്ലേ. ഒരു ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസറായിട്ട് അവരുടെയൊക്കെ അടുത്ത് പോയി ഇത് പിച്ച് ചെയ്ത് അവരെ ഓൺ ബോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ ടാസ്ക്. അപ്പോൾ ക്രെഡിറ്റ് ടു ഹിം, കംപ്ലീറ്റ് ക്രെഡിറ്റ് ടു ഹിം. ഇപ്പോൾ ഈ WWE എന്ന് പറയുന്ന ഒരു പക്ക ഒരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം നമ്മൾ അതിനെ ഒരു ഫോർട്ട് കൊച്ചിയിൽ പോലൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു, ഭയങ്കര ലോക്കലായിട്ട് അതിനെ പ്ലേസ് ചെയ്യുന്നു. എന്നാൽ അത് എല്ലാവർക്കും കണക്റ്റ് ആവുകയും വേണം. ഇതിൻ്റെ ഈ അഡാപ്റ്റേഷൻ വരുന്ന സമയത്ത്, ഈ തുടക്ക സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ? ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? അത് പ്രേക്ഷകർക്ക് ഇത് കണക്ട് ആവുമോ എന്നുള്ളൊരു? ഇല്ല, ബിക്കോസ് കുറേയൊക്കെ റൂട്ടഡ് ഇൻ റിയാലിറ്റിയാണ്. ഇത് ഈ WWE ഓഫ് കോഴ്സ് ഇസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേജ്. പക്ഷേ ഈ ഇപ്പോൾ മെക്സിക്കോയിലാണെങ്കിലോ അല്ലെങ്കിൽ ഈവൻ ഡൽഹിയിൽ WXM എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നോർമൽ ബ്ലൂ കോളർ ജോബ്സ് ചെയ്യുന്ന, സിനിമയിൽ കാണുന്ന പോലെ തന്നെ ജോബ്സ് ചെയ്യുന്ന ആൾക്കാർ വൈകുന്നേരം കോസ്റ്റ്യൂം മേക്കപ്പ് ഒക്കെ ഇട്ട് സൂപ്പർ ഹീറോസ് ആയിട്ട് ഇറങ്ങി കയറി സ്റ്റാർസ് ആവുന്ന ഒരു കൾച്ചറുണ്ട്. അപ്പോൾ അത് ഇൻ റിയാലിറ്റി വേൾഡിൽ സംഭവിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇതിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി അതിന് പറ്റിയൊരു സ്ഥലമുള്ളൂ. പിന്നെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിൽ കാട്ടാവസ്ഥയുടെ ഒരു ഹിസ്റ്ററി ഉണ്ട് അവിടെ ശരിക്കും. അപ്പോൾ അത് റൂട്ട് ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇൻഫാക്ട് നമ്മൾ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ റിങ്ങിലോട്ട് കയറുന്നതിന് മുന്നേ ഉള്ള ആ ഒരു 20-25 മിനിറ്റ്സിൽ ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന കാര്യം അതാണ്. ഇതൊക്കെ വെച്ച ആൾക്കാർ വരുമോ, ഇത് കാണാൻ ആരുണ്ട് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ കോൺവെർസേഷൻസിലൂടെയും അങ്ങനത്തെ ആ ക്യാരക്ടേഴ്സ് നമ്മൾ ഓഡിയൻസിന് മനസ്സിലുള്ള ചോദ്യങ്ങൾ ക്യാരക്ടേഴ്സിനെ കൊണ്ട് ചോദിപ്പിച്ചാൽ ഒബ്വിയസ്ലി ഓഡിയൻസിന് ശരിയാ ഓക്കെ പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നും. അപ്പോൾ അത് റൈറ്റിങ്ങിന് ഗുണമാണ് ശരിക്കും പറഞ്ഞത്. സനൂപിൻ്റെയും അദ്വൈത്തിൻ്റെയും റൈറ്റിങ്ങിന് ഗുണമാണ്. ഇപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള റോഷൻ ആസ് ആൻ ആക്ടർ, റോഷൻ്റെ ഒരു ഭീകര ട്രാൻസ്ഫോർമേഷനാണ്. ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടുന്ന ഇൻട്രോയും കയ്യടികളുമാണ് റോഷന് ആ ഒരു ഇൻ്റർവെൽ സീക്വൻസിൽ കിട്ടിയത്. നിങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ആൾക്കാരാണ്. ഈ പറഞ്ഞ റോഷന് ഒരു 10 വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. റോഷൻ്റെ ഒരു വളർച്ച, റോഷൻ ആസ് എൻ ആക്ടർ, ഇപ്പോൾ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ ഒരു വളർച്ച എങ്ങനെ നോക്കി കാണുന്നു വിശാഖ്? വെരി ഹാപ്പി, വെരി പ്രൗഡ്. കാരണം അവൻ്റെ ഒരു ട്രാക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ചാണെങ്കിലും അവൻ്റെ ഒരു ട്രാക്കും എൻ്റെ ട്രാക്കും കംപ്ലീറ്റ്ലി വേറെ ജേർണീസ് ആയിരുന്നു രണ്ടും. അവൻ ചെയ്ത് കുറേ കൂടെ മറ്റേ കമേഴ്ഷ്യൽ പടങ്ങളായിരുന്നില്ല, കുറച്ചും കൂടെ മറ്റേ ക്രിട്ടിക്കൽ ഫിലിംസ് ആയിരുന്നു. ഇപ്പോൾ മൂത്തോനാണെങ്കിലും അതെ, വാട്ട് എവർ ഇപ്പോൾ പാരഡൈസ് ആണെങ്കിലും അതെ. ഇതൊക്കെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ സർക്യൂട്ടിന് അല്ലെങ്കിൽ ഒരു ആർട്സ് ഫസ്റ്റ് എന്നുള്ള ഒരു ടൈപ്പ് ഒരു ഫിലിമായിരുന്നു. എൻ്റെ കുറച്ചും കൂടെ ഒരു കമേഴ്ഷ്യൽ ട്രാക്കിലൂടെയാണ് പിന്നെയും പോയത്. പക്ഷേ ഈ പടത്തിലോട്ട് വന്നപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഒരു വാശി ഉണ്ടായിരുന്നു. സെൻസ് ഈ പടം വർക്ക് ആവണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു. കാര്യം ഇത് കമേഴ്ഷ്യൽ, അവൻ്റെ ഒരു ഫസ്റ്റ് ബിഗ് കമേഴ്ഷ്യൽ പടമാണ്. എനിക്കൊരു കമേഴ്ഷ്യൽ സക്സസ്, പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റീഡിഫൈൻ ചെയ്യണം എന്നുള്ള, സർപ്രൈസ് ചെയ്യണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വർക്ക് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു രസമായിരുന്നു. നമുക്ക് ആസ് ആക്ടേഴ്സ് ദെർസ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഈച്ച് അതർ. ഒരു ലെവൽ ഓഫ് ഹെൽത്തി കോമ്പറ്റീഷനും ഉണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരാൾ കരിയറിൽ നമ്മുടെ ഒരു കൊളീഗ് ആൻഡ് ആസ് എ ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് പുഷസ് യു ടു ഡു ബെറ്റർ. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കൊടുക്കൽ വാങ്ങൽ പരിപാടി ഇപ്പോൾ ആ സീൻസിലൊക്കെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു ഷോർട്ട് ഹാൻഡ് ഉണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഭയങ്കര കംഫർട്ട് ഉണ്ട്. അപ്പോൾ ഇംപ്രവൈസേഷൻ ചെയ്യാനും ഈവൻ അതർവൈസ് ഇപ്പോൾ ഒരു സീൻ ഡെവലപ്പ് ചെയ്യാനും ഇപ്പോൾ ചില ഡയലോഗ്സ്, എൻ്റെ ഡയലോഗ്സ് ആയ ചില ഡയലോഗ്സ് അവനാണ് ഇത് ഫോർ എക്സാമ്പിൾ മറ്റേ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ടല്ലോ മറ്റേ വണ്ടി നന്നാക്കാനുള്ള കാര്യം. അപ്പോൾ അതൊക്കെ റോഷൻ്റെ സാധനമാണ്. അവന് കൊടുത്തിരിക്കുന്ന ഡയലോഗ്, ജയിന് കൊടുത്തിരിക്കുന്ന ഡയലോഗാണ് അവൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ചില ഡയലോഗ്സിൽ അവനൊന്ന് ചോദിക്കട്ടെ ഇങ്ങനത്തെ സാധനം നമുക്കിത് ബെറ്ററായിട്ട് എങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്പൺനെസ്, യുനോ ആ ഒരു ഓപ്പൺനെസ് നമ്മുടെ പെർഫോമൻസസിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക, ആ ടൈപ്പ് സാധനം, അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വിജയ് സേതുപതി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്,
വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് എന്ത് വേണോ ചെയ്യാം, എന്തും ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്, അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശാഖിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം ഹ്യൂമർ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, എന്നാൽ പോലും വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ബാരിയർ പൊട്ടിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തും ചെയ്യാം, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാമെന്നുള്ളൊരു ധൈര്യം നൽകുന്നുണ്ടോ അത്? ഉറപ്പായിട്ടും. അത് മാത്രമല്ല, നമുക്കൊരു ആൻറ്റാഗനിസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പടത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു ആ ഒരു ക്യാരക്ടറുണ്ട്, നല്ലൊരു സ്പേസ് ഉണ്ടാവും പെർഫോം ചെയ്യാൻ. അപ്പോൾ നായകന് തുല്യമായിട്ടോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അവിടെ തന്നെ അത്രയും തന്നെ ഉള്ള ഒരു സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാരക്ടർ റോൾ ചെയ്യുമ്പോൾ അത്രയും നമുക്ക് കിട്ടൂല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. ആ ക്യാരക്ടേഴ്സിൻ്റെ റൈറ്റിങ്ങിനും അത്രയും ഡെപ്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അയാളുടെ മോട്ടിവേഷൻസും അയാളുടെ ഒരു ഫോഴ്സും അയാളുടെ ഒരു കോൺഫ്ലിക്റ്റും ഒക്കെ ഹീറോ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ കുറച്ചും കൂടെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ നേരത്തെ സേതുപതി സാർ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചും കൂടി എക്സ്പ്രസീവ് ആവാം. കാരണം ബൈ ഡിഫോൾട്ട് മിക്ക വില്ലൻസും കുറച്ച് ഓഫാണല്ലോ. അപ്പോൾ ആസ് എൻ ആക്ടർ നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ നായകൻ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ ഒരു 75-80% ഓഫ് ഫിലിംസിൽ ഒന്നില്ലെങ്കിൽ ബോയ് നെക്സ്റ്റ് ഡോർ ആവും, അല്ലെങ്കിൽ ഒരു മാച്ചോ മാൻ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ചില മറ്റേ ഈ ക്യാരക്ടർ ആർക്കിടൈപ്സ് എന്ന് വിളിക്കുന്ന സാധനത്തിലോട്ട് അവരെ ബോക്സിനുള്ളിൽ നമുക്ക് കണ്ട് പരിചയമുള്ള ടൈപ്പ് നായകന്മാരായിരിക്കാം അല്ലേ. അപ്പോൾ അതിന്റെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ബോക്സസ് ഉണ്ട്. പക്ഷെ വില്ലൻ ക്യാരക്ടേഴ്സ് അങ്ങനെയല്ല. എപ്പോഴും ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു പുതിയ ടൈപ്പ് ഒരു വില്ലനെ ക്രിയേറ്റ് ചെയ്യാൻ റിസ്ക് എടുക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഗ്രേറ്റ്. അപ്പം അങ്ങനത്തെ റൈറ്റിംഗ് ഉള്ള നായകൻ ക്യാരക്ടേഴ്സ് വന്നാൽ അതാണ് ബെസ്റ്റ്. യുനോ, ബിക്കോസ് ഈ പറഞ്ഞ ഈവൻ എ ബോയ് നെക്സ്റ്റ് ഡോർ ബിഹൈൻഡ് ക്ലോസ് ഡോർ ചിലപ്പോൾ അത്രയും നൈസ് ആയിരിക്കില്ല. അപ്പോൾ മനുഷ്യന്മാരങ്ങനെയാണല്ലോ, ഗ്രേ ആണല്ലോ, നന്മയും തിന്മയും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ നായകൻ ഫുൾ നന്മ, വില്ലൻ ഫുൾ തിന്മ എന്നുള്ള രീതിയിലാക്കി കളയും. പക്ഷെ ഗുഡ് റൈറ്റേഴ്സ് മേക്ക് ബോത്ത് ഓഫ് ദം വെരി വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ വിജയ് സേതുപതിയുടെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം വേദ ഇറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ദാറ്റ്. അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് അല്ലേ, വിക്രം വേദ അല്ലേ, മാധവനും സേതുപതി. അപ്പൊ അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈവൻ വിക്രം അതിപ്പോ ഒരു മാസ് പടമാണ്, പക്ഷെ എന്നാലും അതില് കമൽഹാസൻ സാറിന്റെ ആ ക്യാരക്ടറിന് ഭയങ്കര ഒരു ഡെപ്ത് ഉള്ള ഒരു സാധനമാണ്, ലേയേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ അത് ഭയങ്കര രസമാണ്. ആന്റി ഹീറോസ് എന്ന് വിളിക്കുന്ന സാധനം നോട്ട് ലൈക്കബിൾ, പക്ഷേ യു ക്യാൻ എംപത്തൈസ് വിത്ത്. അപ്പോൾ ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് എങ്ങനെ എംപത്തി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു എക്സസൈസ് ആണ് ആസ് എൻ ആക്ടർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു കാര്യം. വിശാഖിന്റെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ട് പോകുന്ന ആളാണോ, അതോ സെറ്റിൽ നിന്ന് ഈ പറഞ്ഞ ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സാധനം പിടിച്ച് ചെയ്യുന്ന ആളാണോ? എങ്ങനെയാണ് വിശാഖിന്റെ ഹോംവർക്ക്? നിറയെ ചെയ്യും, പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോ നമ്മൾ യുനോ ആ ഫ്ലോയിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കും. ആ ഒരു കോസ്റ്റ്യൂം ഇട്ട് ആ സെറ്റ് ചെല്ലുമ്പോൾ അവിടുത്തെ എനർജി, ആ ലൊക്കേഷൻ, അവിടുത്തെ കാറ്റ്, വെയിൽ, ആ കോസ്റ്റ്യൂം ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, മറ്റേ ആക്ടേഴ്സ് എക്സാക്ട്ലി ആ ഗിവ് ആൻഡ് ടേക്ക്, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ആ പോയിന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ എക്സാക്ട്ലി ഈ ഡയലോഗ് പറയുമ്പോൾ ഇവിടെ പോസ് ഇടും, ഇവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഓവർ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സാധനം നേരത്തെ ചോദിച്ചാൽ 10 years എന്ത് പഠിച്ചു എന്നുള്ള കാര്യമുണ്ടല്ലോ, അതിൽ ഇതൊരു കാര്യമായിരുന്നു. ഐ മീൻ വൺ ഓഫ് ദോസ് തിങ്സ്. കാരണം പണ്ടൊക്കെ ഭയങ്കര ഓവർ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാൻ ഇങ്ങനെ പോയി ഈ എക്സ്പ്രഷൻ ഇട്ട് ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞാൽ മീറ്റർ മാത്രമല്ല, ഈവൻ പോസസ്, ലുക്ക്, മറ്റത് മറിച്ച് ഞാൻ കൈ ഈ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ചൂണ്ടും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ അപ്പൊ നമ്മുടെ ആ ട്രൂത്ത് നമുക്ക് കിട്ടൂല. ഇപ്പോ ഹാപ്പി ആക്സിഡൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വരും നമ്മൾ പോലും അറിയാണ്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഒരു മാജിക്. ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് സിനിമ, ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് പെർഫോമിങ്. ഞാൻ മാത്രമല്ല സിനിമ ഉണ്ടാക്കുന്നത്, ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടാവുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഇൻപുട്ട് വരുമ്പോഴാണ് ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ ആനന്ദേട്ടൻ വെച്ചിട്ട് ലെൻസ് ആയിരിക്കാം, ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഇത് ചെയ്യാനായിരിക്കും ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഒരു ടെലി ലെൻസിൽ ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഫേസ് എന്നുള്ള ചെറിയൊരു മൈന്യൂട്ട് സാധനം മാത്രം മതിയാവും അവിടെ. അപ്പം നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം പ്രിപ്പറേഷൻ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കിപ്പോൾ ഒരു പടം കണ്ട് അപ്പം തന്നെ അടുത്ത പടത്തിലോട്ട് പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരെണ്ണം ചെയ്ത് അതിൽ നിന്ന് ഇറങ്ങി അടുത്ത പരിപാടി പിടിക്കണമെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മാസം കിട്ടുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പ്രിപ്പറേഷൻ. ഇപ്പോൾ ഒരു ക്യാരക്ടറിന് വേറെ ടൈപ്പ് സാധനങ്ങളായിരിക്കും, എന്തെങ്കിലും അടവ് കിറക്കണമല്ലോ, എന്തെങ്കിലും പുതിയൊരു സാധനം പഠിക്കണമല്ലോ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഐ ഫീൽ. അല്ലാണ്ട് ചുമ്മാ ബ്ലാങ്ക് ആയിട്ട് നമ്മൾ സെറ്റ് ചെന്നാൽ ഞാൻ വിശാഖമായിട്ട് പോയി അഭിനയിക്കുന്ന പോലെ ആയിപ്പോൾ. അതെനിക്കൊരു നിർബന്ധമാണ്. ഐ മീൻ നാച്ചുറൽ ആക്ടിങ് ഇസ് ഗ്രേറ്റ്, ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദറ്റ് എല്ലാ സിനിമയിലും വിശാഖാണെന്നുള്ളത്. അതൊരിക്കലും വരരുത് എന്നുള്ളത് ഒരു നിർബന്ധം എനിക്കുണ്ട്. ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ പോലെ എനിക്ക് വിശാഖിൽ ഭയങ്കര നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, വോയിസിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരു ഡയലോഗ് മോഡുലേഷനിൽ വിശാഖ് കൊണ്ടുവന്നൊരു
ഒരു ചേഞ്ചാണ്, ഒരു വലിയ മാറ്റമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു ആനന്ദം അല്ലെങ്കിൽ അതിന് ശേഷം വന്ന സിനിമകളിൽ നിന്ന് ഇന്നിപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചത്താപ്പച്ചിലായിക്കോട്ടെ വോയിസ് കൺട്രോൾ ചെയ്യുന്ന ഒരു രീതി വിശാഖ്, ഇപ്പോൾ ഹലോ ഓഫീസർ എന്ന് പറയുന്ന രീതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിൽ ചെറിയാൻ്റെ പല ഡയലോഗുകളായിക്കോട്ടെ, ഈ ഒരു വോയിസ് മോഡുലേഷനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പോസ് കൊടുക്കുക, ഒരു ഹൈ ലോ കൊടുക്കുക, അതെങ്ങനെയാണ് ഈ വോയിസ് മോഡുലേഷനിൽ വിശാഖ് നടത്തിയ ഒരു പരിശ്രമമൊക്കെ എങ്ങനെയായിരിക്കും? അത് വൈകാൻ ആ ക്യാരക്ടറിന് ആപ്റ്റ് ആവുന്ന എന്താണെന്നുള്ളത് നമ്മൾ ഈ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഓഫീസറിൻ്റെ കേസിൽ ഇയാളൊരു ഹെവി ഡ്രഗ് യൂസറാണ്. അപ്പോൾ കുറേ ഈ ഡ്രഗ്സ് സ്നോട്ട് ചെയ്യുകയും ഇൻജസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ തൊണ്ട കീറും. ഒബ്വിയസ്ലി ഒരു ഗ്രഫി വോയിസ്, ഒരു സ്ക്രാച്ചി വോയിസ് ആയിരിക്കും അയാളുടേത്. ചെറിയാൻ്റെ കേസിലാണെങ്കിൽ പുള്ളി ഒരു ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ അതിൻ്റെതായ ഒരു ത്രോ വേണം എല്ലാ ഡയലോഗിനും. പിന്നെ അതേ സമയത്ത് തന്നെ പുള്ളി ഈ ഒരു ശകുനി പോലത്തെ ഒരു ക്യാരക്ടറും കൂടെയാണ്. അപ്പോൾ അതേ സമയത്ത് പുള്ളി സ്വകാര്യം പറയുമ്പോഴും ചെറിയ പ്ലാൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു നോട്ടിനിസം വരണം. അപ്പോൾ അവിടെ നിന്നാണ് ഇത് വരുന്നത്. അല്ലാണ്ട് ഓക്കെ ഇനി അടുത്ത പടത്തിൽ നമുക്ക് ഇങ്ങനത്തെ വോയിസ് പിടിക്കാം എന്ന് പറഞ്ഞ് പോയാൽ അതിലൊരു സത്യം ഉണ്ടാവില്ല. ആ ക്യാരക്ടറിന് എന്ത് വേണോ അത് നമ്മൾ നോക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പണ്ട് തിയേറ്ററാണ് ചെയ്ത് തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ വോയിസ് മോഡുലേഷൻ അവിടെ ഭയങ്കരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അവിടെ നമ്മൾ ലാസ്റ്റ് റോ വരെ നമ്മുടെ വോയിസ് എത്തണം. ഈവൻ ഹൈ പിച്ച് ആണെങ്കിൽ പോലും അവിടെ വരെ എത്തണം. സ്വകാര്യം പറയുന്നത് പോലും നമ്മൾ ലാസ്റ്റ് റോ വരെ എത്തണം. അപ്പോൾ ദാറ്റ് റിയലി ഹെൽപ്ഡ്. പിന്നെ മലയാളം സിനിമകളിലെ ഏറ്റവും വലിയ ഇപ്പോൾ ഓഫ് കോഴ്സ് സിംഗ് സൗണ്ട് ചെയ്യുന്ന കുറേ പടങ്ങളുണ്ട്. പക്ഷേ മമ്മൂക്ക തന്നെ ഒരുപാട് പടങ്ങളിൽ സിംഗ് സൗണ്ട് പിന്നെ ഉറപ്പായിട്ടും. പക്ഷെ ഡബ്ബിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ഡബ്ബിങ്ങിൽ നമുക്ക് പെർഫോമൻസ് ഭയങ്കരമായിട്ട് സേവ് ചെയ്യാൻ പറ്റും, പെർഫോമൻസ് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള പടങ്ങളിൽ നമുക്കിപ്പോൾ സിംഗ് സൗണ്ട് ഇപ്പോൾ ഇന്നാൾ ഒരു ഹിന്ദി പ്രോജക്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സിംഗ് സൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ സിംഗ് സൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അതൊരു ലേണിംഗ് ആയിരുന്നു. കാരണം നമ്മൾ ആ പോയിന്റിൽ നമ്മൾ ശരിക്കും റീടേക്കിനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ചിലപ്പോൾ മറ്റേ ഈ നോയ്സ് കാരണം വരുന്ന ഡയലോഗ്സ് മാത്രമേ നമ്മൾ ഒന്നോടെ പോയി ഡബ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഓൺ ദി സ്പോട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഡബിൽ ഒരിക്കലും കിട്ടൂല, നമ്മൾ എത്ര ട്രൈ ചെയ്താൽ. പക്ഷെ എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ഡബിൽ എലിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് പിടിക്കാൻ നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു 1 ഇയറിന് മുമ്പ് ഈ MBFL ആണെന്ന് തോന്നുന്നു അനുപമ ചോപ്രയായിട്ടുള്ളൊരു കോൺവെർസേഷൻ കണ്ടു. അനുപമ ചോപ്ര എന്നത് ഇന്ത്യൻ സിനിമയിലെ എല്ലാവരുമായിട്ടും ഇൻ്റർവ്യൂ ചെയ്യുന്ന ബെസ്റ്റ് ഇൻ ദ ബിസിനസ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരുമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ക്ലോസ് ടു 1 അവറിനടുത്തുള്ള ഒരു കോൺവെർസേഷൻ വളരെ ഈസി ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് വിശാഖ് നടത്തി. സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഇത്തരത്തിലുള്ള ഒരു കോൺവെർസേഷൻസ് ഒക്കെ ലീഡ് ചെയ്യാൻ അഭിനയത്തിനപ്പുറം പിന്നെ ഉറപ്പായിട്ടും എനിക്ക് അഭിനയം, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, അഭിനയം എന്നുള്ളൊരു കാര്യം എൻ്റെ ലൈഫിലോട്ട് വന്നത് കോളേജിൽ എത്തിയപ്പോഴാണ്. ഒരു 19 ഇയേഴ്സ് ഏജിലാണ് ശരിക്കും അഭിനയം സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഒരു 10, 12, 13 വയസ്സ് തൊട്ട് തന്നെ സിനിമ ഭയങ്കരമായിട്ട് തലയിൽ കയറിയിരുന്നു. അപ്പോൾ അന്ന് ഫിലിം മേക്കർ ആവണം, ഡയറക്ഷൻ പഠിക്കണം, ഡയറക്ഷൻ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ മാത്രമായിരുന്നു മനസ്സിൽ. അപ്പോൾ സിനിമ ഇന്നും അന്നും ഒക്കെ ഭയങ്കര ഞാൻ കുറേ പഠിച്ചത് സിനിമയിൽ നിന്നാണ്. ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് കുറേ നല്ല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പഠിച്ചതും ഒക്കെ സിനിമയിൽ നിന്നാണ്. അപ്പോൾ സിനിമ ഡസ് ഇറ്റ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് വെച്ചാൽ യെസ്, ഐ എം ലിവ് എൻ എക്സാമ്പിൾ ഓഫ് ദ ഫാക്ട് ദറ്റ് സിനിമ ഡസ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പോൾ അതിൽ നമ്മൾ എക്സ്ട്രാ വയലൻസ് കാണിച്ചാൽ അത് പ്രശ്നമാവുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, അതിന് ആ വയലൻസിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അല്ലെങ്കിൽ ആ പടത്തിന് അത് നമ്മൾ ജസ്റ്റ് ഗ്ലോറിഫൈ ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് മാറ്റേഴ്സ്. പക്ഷേ ഇത് സിനിമയാണ് എന്ന് തിരിച്ചറിയേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയും ഓഡിയൻസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ടു ഡിസ്കസ് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി തന്നെയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ സിനിമ സംസാരിക്കുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് കിട്ടുള്ളൂ, നമുക്ക് ഭയങ്കരമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ തോട്ട്സ് കേൾക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആ പോയിന്റിൽ. അപ്പം അത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മോണ്ടി എന്നാണ് അവളുടെ പേര്. ഷീ വാസ് എ വെരി ഗുഡ് റെഫറൻസ് ആൻഡ് റീസോഴ്സ്. കാരണം പുള്ളിക്കാരത്തി ഒരു സിനിമ ജേർണലിസ്റ്റും കൂടെയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എൻ്റെ ഒരു പ്രിപ്പറേഷൻ പ്രോസസ്സിലൊക്കെ ആ ഇൻ്റർവ്യൂക്ക് മുന്നേ. ബോളിവുഡിലടക്കം അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് വിശാഖ്. മലയാള സിനിമയുടെ ഇന്നത്തെ ഒരു കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോക പോലുള്ളൊരു വലിയ സിനിമ അല്ലെങ്കിൽ ഒരു മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്നൊരു സിനിമ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്നു, ഒരു 300 കോടി കളക്ട് ചെയ്യുന്നു. അതേസമയം ഇപ്പം സർവമായ എന്ന് പറയുന്നൊരു പോലൊരു സാധാരണ ഒരു സിമ്പിൾ ഫീൽ ഗുഡ് പടവും 100 കോടി അടിക്കുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കളക്ഷൻസ് ബ്രേക്ക് ചെയ്യുന്നു. മലയാളം സിനിമ ഒരു ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഏത് സിനിമയാണ് എങ്ങനെ വർക്ക് ആവുന്നു, ഏത് രീതിയിൽ പോകുന്നു എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അത് പ്രത്യേകിച്ചും കളക്ഷൻ്റെ കാര്യത്തിലും മറ്റ് ലാംഗ്വേജിലൊക്കെ ഇത് പെനട്രേറ്റ് ചെയ്ത് പോകുന്നു.
വിശാഖിൻ്റെ ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാണ്? മലയാള സിനിമ ഏത് സ്റ്റേജിലാണ്? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധർമ്മ പ്രൊഡക്ഷൻസ് അടക്കം മലയാളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് ഇന്ന് മലയാള സിനിമ. എങ്ങനെയാണ് വിശാഖിൻ്റെ ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാണ് അതിൽ? കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഐ ഫീൽ ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ടൈം. കാരണം നമുക്കിപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഇല്ല ഇപ്പോൾ. ഒരു സമയത്ത് മറ്റേ മാസ് പടങ്ങൾ മാത്രമേ ഓടുള്ളൂ, അങ്ങനത്തെ ട്രെൻഡ്സിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ലോക്ക എടുത്ത് നോക്കിക്കോ. ലോക്ക ഇസ് എൻ ആക്ഷൻ ഫാന്റസി ഫിലിം അല്ലേ? സർവമായ ഒരു ഫാന്റസി എലിമെന്റ് ഉണ്ട്, പക്ഷെ എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു കോമഡി പടമാണ്. എക്കോ ഇസ് എ ത്രില്ലർ, ഓഫീസർ ഇൻ ഡ്യൂട്ടി ഇസ് എ ത്രില്ലർ, ഇത് ചത്താപ്പച്ച് ഇസ് എൻ ആക്ഷൻ കോമഡി. അപ്പം എല്ലാ ജോൺറസും ഇവിടെ ഓടുന്നുണ്ട്, എല്ലാ ടൈപ്പ് പടങ്ങളും ഓടുന്നുണ്ട്. ഈ ഗ്രിറ്റി റിയലിസം പടങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു ഫേസ് ഉണ്ടായിരുന്നു നമ്മുടെ. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ ആൾക്കാർ പതുക്കെ വേറെ ടൈപ്പ് ജോൺറസും ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം മലയാളത്തിൽ എന്ത് ഹിറ്റാവും എന്നുള്ള ഒരു ടെൻഷനേക്കാൾ ഉപരി ഐ തിങ്ക് എന്തും പോകും എന്നുള്ളൊരു സ്റ്റേജിലാണ് നമ്മൾ. നമുക്ക് കഴിഞ്ഞ ദിവസം അവാർഡ് വാങ്ങിച്ചിട്ട് പറഞ്ഞതാണ് ഫെമിനിച്ചി ഫാത്തിമ പോലൊരു സിനിമ. എക്സാക്ട്ലി, മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന്റെ ക്രെഡിറ്റ് ആണത്. കാരണം ഓഡിയൻസ് ഇപ്പോൾ എന്താ മറ്റേ കെ ഡ്രാമ തൊട്ട് ആനിമെ തൊട്ട് മറ്റേ ഇറാനിയൻ പടങ്ങൾ, അമേരിക്കൻ ഫിലിംസ്, മറ്റെല്ലാം കാണുന്ന ഓഡിയൻസാണ് നമ്മുടെ ആൾക്കാർ. അപ്പോൾ നമ്മുടെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്, എന്നാൽ അവർ ഭയങ്കര ഓപ്പണുമാണ്. എന്നാൽ ഭരദ്വാജ് രംഗൻ സാറായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ ഓഡിയൻസ് ഇന്ത്യയിൽ ആകെ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ഉള്ളൂ. കാരണം അങ്ങനത്തെ ഓഡിയൻസ് വരെ അവിടെ കിട്ടൂല. അപ്പോൾ ദാറ്റ്സ് ക്രെഡിറ്റ് ടു ദി ഓഡിയൻസ്. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ഓഡിയൻസ് തന്നെയാണ്. ഇപ്പം എത്ര വേറെ എന്തൊക്കെ അവാർഡും ചക്കയും മാങ്ങയൊക്കെ വന്നാലും ഓഡിയൻസ് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഒരു പടത്തിൻ്റെ വിജയം. ആൻഡ് വി ഹാവ് എൻ ഇൻക്രെഡിബ്ലി ഗുഡ് ഓഡിയൻസ്. അവരെ കൺവിൻസ് ചെയ്യാനും അവരെ എൻ്റർടൈനും ചെയ്യാനും ബുദ്ധിമുട്ടാണ്, വിച്ച് ഇസ് വൈ ആർ ഫിലിംസ് ആർ ബെറ്റർ ദാൻ മോസ്റ്റ് ഓഫ് ദ കൺട്രി. അത് തന്നെയാണ് അതിനുള്ള കാരണം. ബട്ട് ഐ ഓൾസോ ഫീൽ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഈ ഒറിജിനൽ വോയിസസിന് സ്പേസ് കൊടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റി, റൈറ്റേഴ്സിനും മേക്കേഴ്സിനും സ്പേസ് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. വലിയ വൻപം കോർപ്പറേറ്റ്സ് ഇവിടെ വന്ന് അത് ഇവിടുന്ന് കൊണ്ടുപോകരുത്, അതിനെ നിങ്ങൾ പൊല്യൂട്ട് ചെയ്യരുതെന്നുള്ളൊരു വളരെ ഹംബിൾ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓഫ് കോഴ്സ് ഫണ്ട് വരുമ്പോൾ വലിയ പടങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ അതൊരു ഡബിൾ എഡ്ജ് സ്വോർഡാണ്. കാരണം ബഡ്ജറ്റ് കൂടുന്നതനുസരിച്ച് ഒരു ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു റൈറ്ററിൻ്റെ വോയിസ് ചിലപ്പോൾ ഡൈല്യൂട്ടായി പോകാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ചെറിയ ബഡ്ജറ്റ്സിൽ 5, 10, 15 കോടിയിലാണ് ബിഗ് ബഡ്ജറ്റ്. നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു 25-30 crores ബിഗ് ബഡ്ജറ്റാണ്. അവർക്ക് അതൊരു സ്മോൾ ബഡ്ജറ്റ് പടമാണ്. പക്ഷേ ഇവിടെ ആ ഒരു 30 crores നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയും അവർ യൂസ് ചെയ്യുന്ന രീതിയും നമ്മൾ വലിയ വ്യത്യാസമുണ്ട്. നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ എവറി റുപ്പി ഗോസ് ഇൻ ടു ദ ഫ്രെയിം. ഇപ്പൊ ലോക്ക ബോളിവുഡ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ബഡ്ജറ്റ് ഇതിന്റെ ഒരു 10, 20, 100 ഇരട്ടി ആയിരിക്കും. കാരണം അവരുടെ സിസ്റ്റം, ഈക്കോ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. അവിടെയുള്ള ലൈറ്റ് ബോയ് തൊട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് തൊട്ട് ആക്ടേഴ്സ് തൊട്ട് അവരുടെയൊക്കെ റെമ്യൂണറേഷൻസ് മച്ച് ഹയർ ആണ്. അവരുടെ വർക്ക് കൾച്ചർ വേറെയാണ്. അവരുടെ കുറച്ചും കൂടി ഒരു കോർപ്പറേറ്റ് ഒരു സ്ട്രക്ചർ ഉണ്ട്. അവർ അതിൻ്റെ ഗുണങ്ങളുണ്ട് കേട്ടോ. പക്ഷെ എന്നാൽ ഇത് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു വളരെ ക്ലോസ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് സ്റ്റൈല് അത് നഷ്ടപ്പെടാണ്ടിരിക്കുക, അത് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ദാറ്റ്സ് വൈ വി മേക്ക് ഗുഡ് ഫിലിംസ്. നോ, അതാണ് നമ്മുടെ ഒരു എക്സ് ഫാക്ടർ. അത് കളയാണ്ടിരിക്കണം എന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പോൾ വിശാഖിൻ്റെ കരിയർ നോക്കി ആദ്യത്തെ സിനിമ തൊട്ട് ഇന്ന് വരെ ചത്താപ്പച്ച ഒരു ഹൈസിലൂടെയും ലോസിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട്. സക്സസും ഫെയിലിയേഴ്സും ഒക്കെ കണ്ടിട്ടുള്ള ആളാണ് വിശാഖ. എങ്ങനെയാണ് വിശാഖ ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പോൾ സക്സസ് ആയിക്കോട്ടെ ഫെയിലിയേഴ്സ് ആയിക്കോട്ടെ, വിശാഖ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണത്? അത് എന്നെ ഒട്ടും എഫക്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഭയങ്കര ഫിലോസോഫിക്കലാണെന്നൊക്കെ പറയുന്നതിൽ ഐ തിങ്ക് അതൊരു പച്ച കള്ളമായിരിക്കും. അപ്പോൾ സക്സസ് ഉറപ്പായിട്ടും നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഫെയിലിയർ ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആക്കി കളയുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയൊക്കെ പോകുമ്പോൾ ടോം ഹാങ്ക്സ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ നമുക്ക് ഇന്ന് ഓസ്കർ കിട്ടിയാൽ നമ്മൾ ടോപ്പ് ഓഫ് ദ വേൾഡ് ആയിരിക്കും. പക്ഷേ റിമൈൻഡ് യുവർ സെൽഫ്, ദിസ് ടു ഷാൽ പാസ്. നാളെ ഇതും മാറും. നാളെ ഒരു ഫ്ലോപ്പ് അടിച്ച് ഒരു പടവും കിട്ടാണ്ട് വെറുതെ വീട്ടിലിരിക്കുമ്പോഴും ജസ്റ്റ് ടെൽ യുവർ സെൽഫ്, ദിസ് ടു ഷാൽ പാസ്. ഒരു ദിവസം വരും, ഒരു വെള്ളിയാഴ്ച വരും, ഞാൻ തിരിച്ച് എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ ഈ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞാൽ ഈ ജോലിയുടെ ഒരു ഭാഗമാണ്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഈ ജോലിയുടെ ഒരു ഭാഗമാണ്. എന്ന് വെച്ച് നമ്മൾ റിയാക്റ്റീവ് ആവാൻ പോയാൽ നമ്മുടെ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മുടെ ഒത്തൻറ്റിസിറ്റി കുറച്ച് നഷ്ടപ്പെടും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ആഫ്റ്റർ എ പോയിന്റ് ഐ റിയലൈസ് ദാറ്റ് ദ ഫിലിംസ് ദറ്റ് ഐ എൻജോയ് മേക്കിംഗ്, ഈ ഫൺ എന്താ പറയുക, ഫിലിംസ് ഐ ഹാവ് ഫൺ മേക്കിംഗ്. ഫൺ എന്ന് പറയുമ്പോൾ കോമഡി മാത്രമല്ല, എന്ത് ജോൺറ ആണെങ്കിലും എനിക്ക് അതിൽ നിന്നൊരു ആർട്ടിസ്റ്റിക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പടമാണെങ്കിൽ, അതിപ്പോൾ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് എന്നോട് തന്നെ പറയാൻ പറ്റും ദറ്റ് ബ്രോ യു ഡിഡ് എ ഗുഡ് ജോബ്, ഞാൻ ജെന്യുവൻ ആയിരുന്നു, എൻ്റെ ഒരു പണി ഞാൻ കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റുക എന്നുള്ളത്, അതാണ് എനിക്ക് ഏറ്റവും വലിയ. അത് മാത്രമേ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും അല്ലെ, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെയും ജനങ്ങളുടെയും കയ്യിലാണ്.
അപ്പോൾ ഈ ജോലിയുടെ ഒരു ശൈലി എങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അൺസർട്ടനിറ്റി ആയിട്ട് നമ്മൾ ഒരു കംഫർട്ട് എത്തിയേ പറ്റൂ. ഇപ്പോൾ 10 yearsൽ പഠിച്ചൊരു കാര്യം അതാണ്. നമ്മളിത് എപ്പോൾ വേണമെങ്കിലും മാറാം. ഇപ്പം ഇന്നിപ്പോൾ ചത്തപ്പച്ച ഹിറ്റായി, നാളെ ചിലപ്പോൾ ഇറങ്ങുന്ന പടം 8 നിലയിൽ പൊട്ടാം. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ഈ പണി നിർത്തി വേറെ ജോലിക്ക് പോയാൽ അവിടെ തീർന്നു നമ്മുടെ കരിയർ. അപ്പോൾ ഓൾവേസ് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഐഡിയാസും നമ്മളെ റീഇൻവെൻറ്റ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇവോൾവ് ചെയ്യാനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്ന അറ്റ്ലീസ്റ്റ് ഇൻ ദ ലോങ് റൺ. ഇപ്പം നമ്മളിപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഇപ്പോൾ സൂം ഇൻ ചെയ്യുമ്പോഴാണ് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ തോന്നുന്നത്. പക്ഷേ സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ ഡൗൺസ് ആണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 50 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഡൗൺസ് ആണ് നമ്മളാക്കി മാറ്റുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത സിനിമകൾ എന്തൊക്കെയാണ് പ്രോജക്റ്റുകളൊക്കെ? അടുത്തത് ഇപ്പോൾ ഉടനെ തന്നെ തുടങ്ങാൻ പോകുന്നത് ഒരു കന്നഡ ഫിലിമാണ്. ഒരു തെലുങ്ക് ഫിലിമിൻ്റെ ഷൂട്ട് തുടങ്ങി അത് പകുതി വെച്ച് നമ്മൾ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്റ്റാറിൻ്റെ ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. മലയാളത്തിൽ 2 അടിപൊളി സാധനങ്ങൾ ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ലീഡായിട്ട് ഒരു നായകനായിട്ട് വരാനുള്ള 2 സാധനങ്ങളുണ്ട്. എന്തായിരിക്കും ജോണർ? എന്തായിരിക്കും? ഒരെണ്ണം ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ, മറ്റത് ഒരു സൈഫൈ റോങ് കോം. വീണ്ടും ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പൊ എന്തെങ്കിലും ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ ടിപ്പിക്കൽ മാച്ചോ പടമാണെങ്കിൽ പോലും, ഇപ്പോൾ ദുരന്തർ പോലത്തെ ഒരു പടമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ KG പോലത്തെ ഒരു പടമാണെങ്കിൽ പോലും, ആ ക്യാരക്ടറിനോ അല്ലെങ്കിൽ അത് പ്രസന്റേഷനോ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഈവൻ ദാറ്റ് ഇപ്പോൾ ഒരു റോം കോം ആണെങ്കിൽ ചുമ്മാ മറ്റേ ചുറ്റിപ്രണയം അല്ലാണ്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ലെയർ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധനം വന്നപ്പോൾ ഇത് നമുക്ക് എന്തായാലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു വെച്ചു. 2 നല്ല റൈറ്റർ ഡയറക്ടേഴ്സാണ്. അപ്പോൾ അതിനിപ്പോൾ എപ്പോൾ ചെയ്യണം, എങ്ങനെ ഓണാക്കണം, പ്രൊഡക്ഷനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇനിയിപ്പോൾ എപ്പോൾ ചെയ്യണം എന്നുള്ളൊരു ചോദ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഒരു നല്ലൊരു സാധനം റിലീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ഹിന്ദിയിലുള്ളൊരു സാധനമായിരുന്നു. അത് യഷ്രാജ് ഫിലിംസ് നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ചെയ്ത ഒരു സീരീസ് ആയിരുന്നു. അക്ക എന്നാണ് എൻ്റെ പേര്. അതിൽ രാധിക ആപ്തെ, കീർത്തി സുരേഷ്, ഞാൻ, പിന്നെ പൂജ മോഹൻരാജ്, പൂർണിമ ചേച്ചി, പിന്നെ മലയാളത്തിൽ നിന്നുള്ള കുറച്ച് ആക്ടേഴ്സ്, കാർത്തിക മുരളീധരൻ, ഉർമിള കൃഷ്ണൻ, അങ്ങനെ കുറേ നല്ല ആക്ടേഴ്സ് ഉള്ളൊരു സിനിമയാണോ വെബ് സീരീസ് ആണോ? അത് സീരീസ് ആണ്. ഇറ്റ്സ് എ ഹിന്ദി സീരീസ് ബട്ട് ഇറ്റ്സ് ബേസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കൊങ്കൺ കൾച്ചർ ഇല്ലേ, അതായത് മംഗലാപുരം തൊട്ട് കണ്ണൂര്, മലപ്പുറം, ഈ കോസ്റ്റൽ ഏരിയ, അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ്, അവിടുത്തെ കൾച്ചർ, പിന്നെ നമ്മുടെ ഈ മേട്രിയാർക്കി ഒരു കേരളയിൽ പണ്ടുണ്ടായിരുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അത് രസമുള്ള സാധനമാണ്. അതിലത്തെ ക്യാരക്ടറും അഗൈൻ വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒട്ടും നെഗറ്റീവ് ഷെയ്ഡ് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് വേൾഡാണ്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനം അതാണ്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ചോദിക്കാൻ തോന്നിയൊരു കാര്യം, ഈ ബോളിവുഡിൽ ഇപ്പോൾ ഈ സൗത്ത് കൾച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു പല സിനിമകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സൗത്ത് ഒരു ഹീറോയിനോ ബാക്ക്ഡ്രോപ്പിൽ വരുന്ന സമയത്ത് ഒരു കാരിക്കേച്ചർ മോഡലിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. വിശാഖ് എങ്ങനെയാണ് ഈ സീരീസിൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനൊക്കെ? ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ പുള്ളി മംഗലാപുരത്തിൽ നിന്നാണ്. അപ്പോൾ പുള്ളിക്ക് മലയാളം അറിയാം, കന്നഡ അറിയാം. പുള്ളി അവിടെ ജനിച്ചു വളർന്ന ഒരു കക്ഷി ആയതുകൊണ്ട് ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഷൂട്ടൊക്കെ കുറേയൊക്കെ കേരളത്തിൽ തന്നെയായിരുന്നു. ഇവിടെ മറ്റേ മനകൾ പലതും കവർ ചെയ്തു. വരിക്കാശ്ശേരി മനയൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലൊക്കേഷനായിട്ട് അതിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഹി വാസ് ലൈക്ക് ദാറ്റ്. അതിൽ ഒരു ഒത്തൻറ്റിസിറ്റി ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് മക്ക, അണ്ണ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു ബോംബെ നിന്നുള്ളൊരു ക്രൂ ആണല്ലോ അതിൽ വർക്ക് ചെയ്തത്. അപ്പോൾ പുറത്തുനിന്ന് വോയിസ് ഫെൽറ്റ് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവിടുത്തെ ഒരു സാധനം കാണുമ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവരൊരു ഒരു അഡിഷൻ വേറെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ള ഒരു കൾച്ചറിനെ അവർ ഒരു നെഗറ്റീവ് രീതിയിലല്ല അതിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ ഇതിനെ കുറച്ചും കൂടെ ഡ്രമാറ്റിക് ആക്കിയിട്ടുണ്ട്. ഡ്രമാറ്റിക് നോട്ട് ഇൻ കാരിക്കേച്ചർ സെൻസ്, പക്ഷെ കുറച്ചും കൂടെ ഒരു പീരിയഡ് സാധനം കൂടെയാണ്. അപ്പോൾ ആ ഒരു പീരിയഡിലേക്ക് ആ ഒരു കൾച്ചർ കൊണ്ടുപോകുക എന്നുള്ളത് അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ഫാക്ടർ തന്നെയായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് ഇറങ്ങുന്ന കുറേ പടങ്ങളിൽ നമ്മുടെ ആൾക്കാരെയും നമ്മുടെ കൾച്ചറിനെയും ഒക്കെ അവർ കാണിക്കുന്ന രീതി ഭയങ്കര സുഖമില്ലാത്തൊരു രീതിയിലാണ്. ഒരു കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്നൊക്കെ പറയുന്നൊരു സാധനമാണ് അവർ പിടിക്കുന്നത്, വിച്ച് ഇസ് നോട്ട് റൈറ്റ്. അത് നമ്മൾ സംസാരിക്കുന്നതാണ് മലയാളം, ഞങ്ങൾ മലയാളികളാണ് എന്ന് പറയുന്ന അത്രയും പോലും വ്യത്യാസം അവർക്ക് ഐ ഡോണ്ട് നോ വൈ ദാറ്റ് ഇസ് ദെയർ. പക്ഷെ അതിപ്പോൾ പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ പിന്നെ കാണുമ്പോൾ പണ്ടാലും വീണ്ടും താഴെ പോയല്ലോ എന്ന് നമുക്ക് തോന്നും. എന്തായാലും വിശാഖ്, ചത്തപ്പച്ച വലിയ വിജയമായിരിക്കുന്നു. ക്യാരക്ടർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇനിയും ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. ഈ പറഞ്ഞ പോലെ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റട്ടെ. നായകനായും വില്ലനായും കൊമേഡിയനായും ഒക്കെ നല്ല ഹ്യൂമർ ക്യാരക്ടേഴ്സ് ഇനി വരട്ടെ. താങ്ക് യു. നല്ല വലിയൊരു സക്സസ് നേരുന്നു. താങ്ക് യു സോ മച്ച്.